ഡോക്ടർ കൃഷ്ണകുമാറിൻ്റെ ഓർമ്മയ്ക്കുള്ള ആദരവ് ആയി നമുക്കെല്ലാവർക്കും 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് മൗനമാചരിക്കാം. ഞാൻ ഡോക്ടർ വർഷയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 1 ചില മാസങ്ങളിൽ 2 പ്രഭാഷണ പരിപാടികൾ നമ്മൾ നടത്താറുണ്ടല്ലോ. ഈ പ്രഭാഷണ പരിപാടികൾ കൂടാതെ ആദ്യകാലത്ത് നമ്മൾ 1-2 വീഡിയോ പ്രഭാഷണങ്ങളും നടത്തിയിരുന്നു. അതിലാദ്യത്തേത് പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിൻ്റെ പരിസ്ഥിതി സംബന്ധമായ ഒരു വീഡിയോ പ്രഭാഷണമായിരുന്നു. രണ്ടാമത്തേത് ഡോക്ടർ കൃഷ്ണകുമാറും ഡോക്ടർ വർഷയും കൂടെ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് നടത്തിയ ഒരു വീഡിയോ ചർച്ചയായിരുന്നു. ഈ ചർച്ച കാണുകയും കേൾക്കുകയും ചെയ്തവർക്ക് അത് വളരെയധികം ഉപകാരപ്രദമായിരുന്നു എന്ന് അവർ ട്രസ്റ്റിനെ പിന്നീട് അറിയിക്കുകയുണ്ടായി. ഇന്ന് ഡോക്ടർ കൃഷ്ണകുമാർ നമ്മളോടൊപ്പമില്ല. കൃഷ്ണകുമാറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് വ്യക്തിപരമായി കൃഷ്ണകുമാറിനെ 44 കൊല്ലമായിട്ടറിയാം. ഞാൻ കോളേജ് അധ്യാപകനായിരുന്നപ്പോൾ കൃഷ്ണകുമാർ കോഴിക്കോട് സർവകലാശാലയിൽ ഫിസിക്സ് MSc ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റായിരുന്ന സമയത്ത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും അതുപോലെയുള്ള മറ്റ് പരിസ്ഥിതി സംഘടനകളും ചേർന്ന് പശ്ചിമഘട്ട രക്ഷായാത്ര നടത്തുകയുണ്ടായി. അട്ടപ്പാടിയിലും കുന്തിപ്പുഴയുടെ തീരങ്ങളിലും സൈലൻറ്റ് വാലിയിലും മുക്കാലിയിലും അങ്ങനെ ആ ഭാഗങ്ങളിലെല്ലാം ഈ യാത്ര സഞ്ചരിച്ചിരുന്നു. അവിടങ്ങളിലെല്ലാം പ്രൊഫസർ M. ഗംഗാധരൻ, പ്രൊഫസർ MK പ്രസാദ് എന്നിവർ ക്ലാസ്സുകൾ എടുത്തിരുന്നു. അത്തരം യോഗങ്ങളിൽ ഞാൻ സംബന്ധിക്കാറുണ്ടായിരുന്നു, ചില ക്ലാസ്സുകളിൽ സംസാരിക്കാറുണ്ടായിരുന്നു. അവിടെയെല്ലാം ചുമലിൽ ഒരു തുണി സഞ്ചിയുമായി ഒരു വെളുത്തു മെലിഞ്ഞ ചെറുപ്പക്കാരനെ ഞാൻ അന്നേ ശ്രദ്ധിച്ചിരുന്നു. അത് നമ്മുടെ കൃഷ്ണകുമാറായിരുന്നു. ഇത്തരം യോഗങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ജാഥാംഗങ്ങളെല്ലാം കൂട്ടം കൂടിയിരുന്ന് മറ്റു പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ കൃഷ്ണകുമാർ താല്പര്യമുണ്ടായിരുന്നത് മുക്കാലിയിലെയും അട്ടപ്പാടിയിലെയും താവളത്തെയും കൽക്കണ്ടിയിലെയും ഒക്കെ ആദിവാസി ഊരുകളിൽ പോകാനും അവിടെയുള്ള ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ആലോചനയിലായിരുന്നു അന്നേ കൃഷ്ണകുമാർ. അന്ന് തീവ്രമായ ഇടതുപക്ഷ ചായ്വുണ്ടായിരുന്ന കൃഷ്ണകുമാർ അതിനുശേഷം തികഞ്ഞ ഒരു മനുഷ്യസ്നേഹിയായി വളരെയധികം കാരുണ്യപൂർവ്വം ഇടപെടുന്ന ഒരു വ്യക്തിയായി മാറുകയാണ് ഉണ്ടായത്. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 2000 ഞങ്ങൾ പ്രശാന്തി സ്കൂൾ ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് തുടങ്ങിയപ്പോൾ അതിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുമാരൻ പറഞ്ഞ് ഒരു ദിവസം കൃഷ്ണകുമാർ അന്നും ചുമലിലൊരു തുണിസഞ്ചിയുമായി സ്കൂളിലേക്ക് കയറി വന്നു. ആ ദിവസം മുതൽ ഇന്ന് ഞങ്ങൾ 25 കൊല്ലം കഴിയുകയാണ് പ്രശാന്തി സ്കൂളിൻ്റെ പൂർത്തിയാക്കുകയാണ്. ആ സമയം വരെ പ്രശാന്തിയുടെ എല്ലാ കാര്യങ്ങളിലും നേതൃത്വപരമായ ഒരു റോൾ തന്നെയായിരുന്നു ഡോക്ടർ കൃഷ്ണകുമാറിനുണ്ടായിരുന്നത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഇത്രയും സൗമ്യമായി മറ്റുള്ളവരോട് പെരുമാറുക, ഇത്രയും കരുണാർദ്രമായി ഇടപെടുക, ഇതൊന്നും സാധാരണ എല്ലാവരിലും കാണുന്ന ഗുണങ്ങളല്ല. ഇതുകൊണ്ടൊക്കെ തന്നെ ആവാം കൃഷ്ണകുമാർ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഇത്രയധികം വിജയിക്കാൻ കാരണം.
ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡോക്ടർ ശാന്തകുമാർ കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു മുറിയിൽ ആരംഭിച്ചതാണ് ഇന്നത്തെ ഇംഹാൻസ്. ആ സ്ഥാപനത്തിൽ പിന്നീട് കൃഷ്ണകുമാർ ഡയറക്ടറായി വന്നതിൻ്റെ ശേഷമാണ് ഇംഹാൻസ് വളർന്ന് വികസിച്ച് വലുതായി ഇത്രയും വലിയ ഒരു സ്ഥാപനമായി മാറിയത്. അതിന് ഇന്നത്തെ ഇംഹാൻസ് ഈ നിലയിൽ വളർന്നു വന്നതിന് കാരണം ഡോക്ടർ കൃഷ്ണകുമാർ അല്ലാതെ മറ്റാരുമല്ല. തന്നോട് പെരുമാറുന്നവരോട് എല്ലാവരോടുമുള്ള ഈ സൗമ്യമായ പെരുമാറ്റം, കരുണാർദ്രമായ പെരുമാറ്റം, ഇതൊക്കെയാണ് കൃഷ്ണകുമാറിനെ പരിചയപ്പെടുന്ന ആരും ആദ്യമായി ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ സൗമ്യതയും ഈ കാരുണ്യവും എല്ലാം ഉണ്ടെങ്കിലും തനിക്ക് ശരിയാണ് എന്ന് തോന്നുന്ന ഒരു കാര്യം സാധിക്കാൻ വേണ്ടി കൃഷ്ണകുമാർ വളരെ വീറോടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും അത് സാധിക്കുന്നതും എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. തനിക്ക് ശരിയാണ് എന്നുള്ള കാര്യത്തിൽ എന്ത് എതിർപ്പുണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അത് നേടിയെടുക്കാൻ കൃഷ്ണകുമാറിനെ സഹായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കൃഷ്ണകുമാർ എന്നും സൂക്ഷിച്ചിരുന്ന ആ ഒരു തരി കനൽ തന്നെയാണ്. പിന്നെ കൃഷ്ണകുമാറിനെ സമീപിക്കുന്ന ആർക്കും കൃഷ്ണകുമാർ എത്ര തിരക്കുള്ള സമയത്തായാലും കൃഷ്ണകുമാറിനെ സമീപിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കളായാലും മറ്റുള്ളവരായാലും ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം, കൃഷ്ണകുമാറിനെ സമീപിക്കുന്ന ആർക്കും കൃഷ്ണകുമാർ എത്ര തിരക്കുള്ള സമയത്തായാലും ആ ചെല്ലുന്നവരുടെ സാന്നിധ്യം ഒരു അലോസര സാന്നിധ്യമാണ് എന്നവർക്ക് ഒരിക്കലും തോന്നില്ല. കാരണം കൃഷ്ണകുമാർ അത്ര ശ്രദ്ധയോടുകൂടി, സൗമ്യതയോടുകൂടി, കാരുണ്യത്തോടുകൂടി അവരോട് ഇടപഴകാറുണ്ടായിരുന്നു. ഇന്ന് കൃഷ്ണകുമാറിനെ പറ്റി നമ്മളോട്, പ്രത്യേകിച്ച് കൃഷ്ണകുമാറിൻ്റെ ഈ സ്വഭാവ വിശേഷങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അതിനുള്ള വില എന്താണ്, സ്ഥാനം എന്താണ് എന്ന് നമ്മളോട് സംസാരിക്കാൻ ഡോക്ടർ വർഷ ഇവിടെയുണ്ട്. വർഷ കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. വർഷയെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും അതല്ലാതെ മറ്റ് വിഷ്വൽ മീഡിയയിലുമെല്ലാം കുട്ടികളുടെ, ചെറുപ്പക്കാരുടെ, ഈയിടെ ഞാൻ വായിച്ചു വയസ്സായവരുടെ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന വർഷയെ തന്നെ ഇന്ന് നമ്മൾക്ക് ഈ അവസരത്തിൽ കൃഷ്ണകുമാറിൻ്റെ ഈ സ്വഭാവങ്ങളെപ്പറ്റി ഒരു മനഃശാസ്ത്രപരമായ വിശകലനത്തോടുകൂടി സംസാരിക്കാൻ കിട്ടിയതിൽ സന്തോഷമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്നിവിടെ ഡോക്ടർ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ ഡോക്ടർ ഗീത ഗോവിന്ദരാജുണ്ട്, കൃഷ്ണകുമാറിൻ്റെ മകൻ മിസ്റ്റർ അക്ഷയുണ്ട്, മറ്റ് കൃഷ്ണകുമാറിൻ്റെ ബന്ധുക്കളുണ്ട്. ഇവരെല്ലാവരും ഇന്ന് നമ്മളോടൊപ്പം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെ ഈ യോഗത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. വർഷയുടെ സംസാരത്തിന് ശേഷം വർഷ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, സംശയങ്ങൾ ദൂരീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരവും ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരപേക്ഷയാണ് ഡോക്ടർ ഗീത ഗോവിന്ദരാജും ശ്രീ അക്ഷയും നമ്മളോട് ചുരുക്കം വാക്കുകളിൽ സംസാരിക്കും എന്നുള്ളത്. ഞാൻ ഡോക്ടർ വർഷയെ ക്ഷണിക്കുന്നു. സെറീന ട്രസ്റ്റിന് വേണ്ടി കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കൃഷ്ണകുമാർ സാറും ഞാനും ചെയ്ത വീഡിയോനെ പറ്റി രാമകൃഷ്ണ മാമ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വളർച്ചാ കാലഘട്ടങ്ങളിൽ കുട്ടികൾക്ക് സംഭവിക്കുന്ന നാഡീവ്യതിയാനങ്ങളുടെ ഭാഗമായിട്ടുള്ള സ്വഭാവ പെരുമാറ്റ പ്രത്യേകതകളെ പറ്റിയായിരുന്നു ആ വീഡിയോ. അത് എനിക്ക് തോന്നുന്നു ഏകദേശം 1 മണിക്കൂറിൽ താഴെയാണ് ആ വീഡിയോ.
ആ വീഡിയോയുടെ വളരെ കുറച്ച് ഭാഗങ്ങൾ കണ്ടുകൊണ്ടാവാം നമുക്ക് ഇന്നത്തെ വിഷയാവതരണം. എല്ലാവരുടെയും ശ്രദ്ധ ഈ വീഡിയോയിലേക്ക്, കൃഷ്ണകുമാർ സാറിൻ്റെ ഈ പ്രോഗ്രാം വീഡിയോയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ ഡോക്ടർ വർഷ വിദ്യാധരൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൈക്യാട്രി വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. നമ്മളോടൊപ്പം ഇന്നൊരു വിശിഷ്ട അതിഥി കൂടിയുണ്ട്. കോഴിക്കോട് ഇംഹാൻസിൻ്റെ ഡയറക്ടറായി ഏകദേശം 25 വർഷക്കാലം സേവനമനുഷ്ഠിച്ച് ഈ രംഗത്ത് ഒരുപാട് കാലത്തെ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ പി കൃഷ്ണകുമാർ സാർ. സാർ, സ്വാഗതം. ഇപ്പോൾ ഇത്രയും വർഷത്തെ പ്രവർത്തന പരിചയത്തിൽ സാറിന് ഈ രംഗത്ത് ഒരുപാട് പരിചയ സമ്പത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ വളർച്ച, ഗവേഷണ രംഗത്തെ മാറ്റങ്ങൾ, അതേപോലെ ചികിത്സാ രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഈ ഒരു അവസ്ഥയെപ്പറ്റി ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ, ആറ്റിറ്റ്യൂഡിൽ, മനോഭാവത്തിൽ, അവരുടെ അവെയർനെസ്സിൽ, ഇനി അതിപ്പോൾ ആരോഗ്യരംഗത്തുള്ള തെറാപ്പി കാര്യത്തിലാണെങ്കിൽ അവരെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ, നഴ്സിംഗ് രംഗത്തെ ആളുകളുടെ കാഴ്ചപ്പാടിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ളതായിട്ട് സാറിന് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു 30-40 വർഷം മുമ്പ് ബുദ്ധിവികാസ പ്രശ്നങ്ങളുള്ള കുട്ടികളെ സമീപിക്കുന്ന പോലെ അല്ല ഇന്ന് നമ്മുടെ നാട്ടുകാരും പ്രൊഫഷണൽസും ഒക്കെ സമീപിക്കുന്നത്. ഏകദേശം ഒരു 35-40 വർഷം മുമ്പാണ് ഞാൻ MBBS ചെയ്യുന്നത്, പിന്നെ പീഡിയാട്രിക്സിൽ PG ചെയ്യുന്നത്. ഇപ്പോൾ 80കളുടെ അവസാനം ഒക്കെയാണ്, 90-91 കാലത്ത്. അപ്പം അന്നൊക്കെ പ്രൊഫഷണൽ ആൾക്കാർ, ഇപ്പോൾ ഡോക്ടർമാർ, നഴ്സുമാർ, അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രവർത്തകർ, അവരുടെ ഇടയിലൊക്കെ തന്നെ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവായിരുന്നു. നമ്മുടെ സയൻസ് ഒന്നും അത്രയും ഡെവലപ്പ് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം മസ്തിഷ്കത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ വളരെ പരിമിതമായിരുന്നു 80കളിലൊക്കെ, ഞങ്ങളെ MBBS കാലത്തൊക്കെ. ഇപ്പോൾ അതിലൊരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഈ ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡറുകളുടെ എറ്റിയോളജി, അതിൻ്റെ ഔട്ട്കം, ചികിത്സ, ഒരുപാട് നമുക്ക് പുതിയ തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട്. അത് പൊതുജനങ്ങളുടെ മനോഭാവത്തിലും അതുപോലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ മനോഭാവത്തിലും ഒരുപാട് മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. മാറ്റം എന്ന് ഞാൻ പറയുമ്പോൾ അത് വളരെ ഗുണകരമായ, പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ്. ഇപ്പം പണ്ടൊക്കെ എനിക്ക് പീഡിയാട്രിക്സിൽ PG ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ശാരീരിക രോഗമായിട്ട്, ഇപ്പം ന്യൂമോണിയ പോലുള്ളൊരു അസുഖമായിട്ടൊരു കുട്ടി വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ന്യൂമോണിയ ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ശരീര രോഗത്തിന് ട്രീറ്റ് ചെയ്യും. പക്ഷെ ആ കുട്ടിക്ക് അതിൻ്റെ കൂടെ ബുദ്ധി കുറവ്, നമ്മളന്ന് മെൻ്റൽ റിട്ടാർഡേഷൻ ആണ് ആ കാലത്ത് പറഞ്ഞിരുന്നത്. ഇപ്പോൾ മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടായിരുന്നെങ്കിൽ പലപ്പോഴും നമുക്കത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നമ്മളത് പലപ്പോഴും ഇഗ്നോർ ചെയ്യും. ഇന്നിപ്പോൾ ആ നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ പൊതുജനങ്ങളുടെ ആറ്റിറ്റ്യൂഡിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പഴയ ഒരു 19ാം നൂറ്റാണ്ടിലൊക്കെ പറയും, ഈ ഫീബിൾ മൈൻഡഡ്നെസ് എന്ന് പറയായിരുന്നു ബുദ്ധി കുറവ് ഉള്ള ആൾക്കാരെ. അപ്പോൾ ഈ ഫീബിൾ മൈൻഡഡ്നെസ് മീൻസ് ഫീബിൾ മൈൻഡഡ്നെസ് ചില പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരുന്നു. അത് മാറിയിട്ട് ഇപ്പം പൊതുജനങ്ങളുടെ തന്നെ അതിനെക്കുറിച്ചുള്ള അവബോധം കൂടിയിട്ടുണ്ട്, ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അറിവ് കൂടിയിട്ടുണ്ട്. അതോടൊപ്പം പലതും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യത്തെക്കുറിച്ചൊക്കെ ആൾക്കാർ ബോധമുള്ളവരായിട്ടുണ്ട്. അത് സ്റ്റിഗ്മ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പണ്ട് ഇങ്ങനൊരു പ്രശ്നമുള്ള കുട്ടിയുണ്ടെങ്കിൽ കല്യാണത്തിന് കൊണ്ടുപോവില്ല, പുറത്ത് അധികം കൊണ്ടുപോവില്ല, വീട്ടിൽ തന്നെ ഇരുത്തും, അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് തന്നെ ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ വീട്ടിനടുത്ത് ഇതുപോലൊരു കുട്ടി സ്ഥിരമായിട്ട് ആ വീട്ടിനകത്തിരുന്ന ഓർമ്മയുണ്ട്. അപ്പോൾ അത് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇത്തരം കുട്ടികളെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരേണ്ടതാണ് എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചികിത്സാ രംഗത്താണെങ്കിലും ഒരു 10-30 കൊല്ലം മുമ്പ് ഇത്തരം സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 1987 മറ്റോ ആണ് ഡോക്ടർ MKC നായർ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റർ പ്രത്യേകമായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതാണ് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സിന് ഒരു കോംപ്രഹെൻസീവ് ചികിത്സ കൊടുക്കുന്നതിനുള്ള ഒരു തുടക്കം കേരളത്തിൽ പറയാം. പക്ഷേ ഈ മലബാർ ഏരിയയിൽ അങ്ങനത്തെ സെൻറ്ററുകളൊന്നും ഉണ്ടായിരുന്നില്ല. 98 ഞങ്ങൾ 99 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ IMCH
ഒരു ഡെവലപ്മെൻ്റൽ പീഡിയാട്രിക്സ് ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ക്ലിനിക്ക് തുടങ്ങിയത്. അപ്പോൾ അന്ന് അത് ഒരു വൺ മാൻ ഷോ ആയിരുന്നു. ഞാൻ ഒരാൾ മാത്രം ഉണ്ടായിരുന്നത്. നമുക്ക് വേറെ സ്പീച്ച് തെറാപ്പിസ്റ്റോ ഫിസിയോതെറാപ്പിസ്റ്റോ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അങ്ങനെ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഒരാൾ ചെയ്യുന്ന ചെറിയൊരു ക്ലിനിക്ക്. പക്ഷെ ഒരുപാട് കുട്ടികൾ അന്ന് ഈ ക്ലിനിക്കിൽ വരാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അന്ന് 2000-ലാണ് നമ്മൾ പ്രശാന്തി സ്കൂള് ഡോക്ടർ രാമകൃഷ്ണ ബാലാട്ട് ശ്രീകുമാരൻ സാറൊക്കെ ചേർന്നിട്ട് പ്രശാന്തി സ്കൂൾ തുടങ്ങിയത്. അപ്പോൾ അന്ന് അത് നമ്മുടെ ഒരു ഫെൽറ്റ് നീഡായിരുന്നു. കാരണം ഇത്തരം പ്രശ്നമുള്ള കുട്ടികളെ മെഡിക്കൽ കോളേജ് IMCHൽ വരുന്ന കുട്ടികളെ റെഫർ ചെയ്യാനൊക്കെ ഉള്ളൊരു അങ്ങനെയാണ് അതൊരു ആവശ്യത്തിന് ആണ് അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായത്. അത് മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് സെക്ടറിൽ മാത്രമല്ല, പ്രൈവറ്റ് സെക്ടറിലും ഇത്തരം സംവിധാനങ്ങൾ വളരെ കുറവായിരുന്നു. ഇപ്പോൾ സ്പീച്ച് തെറാപ്പിസ്റ്റ് ആയാലും ഫിസിയോതെറാപ്പി കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. നമുക്കൊരു PMR ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ മറ്റ് ഓക്യുപേഷണൽ തെറാപ്പി, സൈക്കോളജിസ്റ്റ് അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചികിത്സാ സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറിൽ തന്നെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളൊക്കെ ഇപ്പോൾ ഈ ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുകൾ ഉണ്ട്. അതുപോലെ ജില്ലാ തലത്തിൽ നമുക്ക് ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുകൾ ഉണ്ട്, മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റുകളുണ്ട്. പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. പക്ഷേ നമ്മൾ ഒരു മാറ്റത്തിൻ്റെ ഒരു പാതയിലാണെന്ന് പറയാൻ പറ്റും. കാരണം കൊണ്ടായിട്ട് നോക്കുമ്പോൾ 30 കൊല്ലം മുമ്പ് നോക്കുമ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും പൊതുജനങ്ങളുടെ ആറ്റിറ്റ്യൂഡിന് ഒരുപാട് മാറ്റം വരാനുണ്ട്. ഇപ്പോഴും എൻ്റെ ഒരു ഓർമ്മയിൽ നമ്മൾ പ്രശാന്തി സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും, അത് റെസിഡൻഷ്യൽ കെയർ ആണോ അല്ല ഡേ കെയർ ആണോ ചോദിക്കും. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളുടെ കുട്ടി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അപ്പോൾ അവർ പറയും പ്രസൻറ്റേഷനാണ് അല്ലെങ്കിൽ. അപ്പോൾ ഞാൻ ചോദിക്കും, അത് ഡേ കെയർ ആണോ പിന്നെ അതാണോ റെസിഡൻഷ്യലാണോ ചോദിക്കും. അപ്പോൾ ആൾക്കാർക്കത് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴും ആൾക്കാരുടെ ഒരു ധാരണ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കെയർ കൊടുക്കുക എന്നുള്ളതാണ്. ഭക്ഷണം കൊടുക്കുക, അവർക്ക് കെയർ കൊടുക്കുക, അപ്പോൾ അവരെ ചികിത്സിക്കുക, എന്നിട്ട് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ട് അങ്ങനെ ഒരു ധാരണ പലപ്പോഴും ഇല്ല. ഒരു തമാശ കഥ പറയുകയാണെങ്കിൽ രാമകൃഷ്ണൻ സാറിൻ്റെ ഒരു അനുഭവമുണ്ട്. ഈ പ്രശാന്തി സ്കൂളിൻ്റെ മുന്നിൽ രാമൻ സാർ കാറ് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കാറ് ബ്ലോക്കായി, റോഡ് കുറച്ചൊരു ബ്ലോക്കായി. അപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്നു, അതിൻ്റെ പിറകിൽ നിർത്തി. ഇപ്പോൾ വേറൊരു ഓട്ടോറിക്ഷക്കാരൻ വന്നു. അപ്പോൾ ഇതാരെ ഈ കാർ ഇങ്ങനെ ബ്ലോക്കാക്കി നിർത്തിയെന്ന് ചോദിച്ചു. അപ്പോൾ ഭാഷ പറഞ്ഞു ഇതപ്പോൾ ആദ്യത്തെ ഓട്ടോമാറ്റിക് അത് ആ ബുദ്ധിമാന്യമുള്ള ഡോക്ടർ കാർ വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിഗ്മ അതിപ്പോഴും ഒരു ചെറിയ തോതിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പം അത് മാറണം. അത് മാറിയിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ആർക്കും ഉണ്ടാവാം, ഏത് കുടുംബത്തിലും ഉണ്ടാവാം. അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ശരിയായ ചികിത്സയും പരിചരണമൊക്കെ കൊടുത്തിട്ട് അവരെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ടാക്കണം. അതാണ് വേണ്ടത്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ അത് ഗവൺമെൻറ്റും പൊതുജനം മാത്രമല്ല, അത് അധികാരികൾ, ഗവൺമെൻറ്, ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകണം. സാറിൻ്റെ ആശയങ്ങൾ, കൃഷ്ണകുമാർ സാറിൻ്റെ ആശയങ്ങൾ, നർമ്മത്തിൽ ഒതുങ്ങിയ സംസാരങ്ങൾ, തമാശകൾ, ഇതെല്ലാം സാറിന് പറയാനുള്ള പല പല എന്താ പറയുക ഹിസ്റ്ററിയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, സാറിൻ്റെ കാഴ്ചപ്പാടുകൾ, വിഷൻ, ഇതെല്ലാം വളരെ ചെറിയ സമയം കൊണ്ട് കോറിയിടാൻ സെറീന ട്രസ്റ്റിന് അന്ന് സാധിച്ച ഒരു വീഡിയോ പ്രോഗ്രാമായിരുന്നു അത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നോൺ ഇസ് എ ഡ്രോപ്പ്, അൺനോൺ ഇസ് എൻ ഓഷ്യൻ. ഞാനിവിടെ ഈ പ്രോഗ്രാമിന് വന്നപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന മാഷ് എന്നോട് പറഞ്ഞ വാക്കുകളാണ്. നോൺ ഇസ് എ ഡ്രോപ്പ്, അൺനോൺ ഇസ് എൻ ഓഷ്യൻ. അതെ, കൃഷ്ണകുമാർ സാറെക്കുറിച്ച് പറയുകയാണെങ്കിലും കാരുണ്യത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിലും ഈ ഒരു വാക്ക് എനിക്കറിയില്ല ഈ മാഷിൻ്റെ വായിൽ നിന്ന് എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് വന്നത്. അപ്പോൾ അത് തന്നെയാണ് കൃഷ്ണകുമാർ സാറിനും കാരുണ്യത്തിനും തമ്മിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ മനുഷ്യർക്ക് ജീവിക്കാൻ മൂല്യങ്ങൾ അല്ലെങ്കിൽ വാല്യൂസ് എന്നൊന്ന് പറയും. നമ്മളിപ്പോൾ പുതിയ കാലഘട്ടത്തിലെ കുട്ടികളോട് ചോദിച്ചാൽ അവർ വാല്യൂസിനെ പറ്റി അറിയുന്നത്, ചില കുട്ടികളോട് നമ്മൾ സംസാരിച്ചാൽ അവർ ഞങ്ങളെയൊക്കെ ആ ഭാഗത്തൊരു വാല്യൂ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അങ്ങനെയാണ് അവർ ആദ്യമായിട്ട് വാല്യൂസിനെ പറ്റിയിട്ട് കേൾക്കുന്നത് എന്ന് പറയും. അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൻ്റെ അവസാനത്തും
വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ നിർബന്ധപൂർവം ചെയ്യിപ്പിക്കുന്ന കുറച്ച് ടാസ്കുകൾ, ഇറിറ്റേറ്റിംഗ് ടാസ്കുകൾ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ പറയും. പക്ഷേ അതിൻ്റെ മുകളിലായിട്ട് മനുഷ്യരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ അവർക്ക് ഗുണമുണ്ടാകുന്ന, ഉണ്ടാകാൻ, മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനമായി മാറുന്ന വാല്യൂസ് അഥവാ മൂല്യങ്ങൾ, അത് രത്നങ്ങളാണ് എന്ന് പറയും. രത്നങ്ങളാണ് അല്ലെങ്കിൽ ഡയമണ്ടാണ് എന്ന് പറയുമ്പോൾ അത് കാണുന്ന വ്യക്തിയുടെ വിവരവും വിവേകവും അനുസരിച്ചായിരിക്കും അതിൻ്റെ വില എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പോൾ നമ്മളത് എവിടെ കാണിച്ചു എന്നത് മാത്രമല്ല, അത് റിസീവ് ചെയ്യുന്ന ആളുടെ വിവരവും വിവേകവും അനുസരിച്ചായിരിക്കും അതിനെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും കൂടി ചെയ്യുക എന്ന് പറയും വാല്യൂസിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ. അപ്പോൾ സ്നേഹം, പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഇല്ലാതെയുള്ള സ്നേഹം, അതേപോലെ വിശ്വാസം, ട്രസ്റ്റ്, അതേപോലെ നമുക്കൊരു കാര്യം ജീവിതത്തിൽ നടക്കുന്നു എന്നതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത, കമ്പാഷൻ, സഹാനുഭൂതി, ഇതൊക്കെ വാല്യൂസാണ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ വാല്യൂസിനെ വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വിശ്വാസങ്ങളുണ്ട്, ബിലീഫ് സിസ്റ്റം ഉണ്ട്. നമുക്കുള്ള വാല്യൂസിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബിലീഫ് സിസ്റ്റവും വരുന്നത്, വിശ്വാസങ്ങൾ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ മോട്ടിവേഷൻ, മുന്നോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന വിഷൻ അഥവാ ഗോള് വരുന്നത്. അതിനോടൊപ്പം തന്നെയാണ് നമ്മുടെ സെൽഫ് ഡയറക്റ്റഡ്നെസ്. ഞാൻ എന്താണ്, എനിക്ക് എന്തൊക്കെ അറിയാം, എന്നിലൂടെ എന്തൊക്കെ നടക്കണം, എന്താണ് ഞാൻ ഈ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മുന്നോട്ട് പോകാനുള്ള എൻ്റെ മോട്ടിവേഷൻ എന്താണ്. ഇതനുസരിച്ചായിരിക്കും ഞാൻ എൻ്റെ കൂടെ ചുറ്റിനും കൂട്ടുന്ന ആളുകൾ, സുഹൃത്ത് വലയം, കമ്പനി, ഫ്രണ്ട്ഷിപ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ മൂല്യങ്ങളുടെ കൂടെ വരുന്ന ബിലീഫ് സിസ്റ്റം ആവട്ടെ, മോട്ടിവേഷൻ ആവട്ടെ, സെൽഫ് ഡയറക്റ്റഡ്നെസ് ആവട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, ഇതൊക്കെ ലൈഫിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു എന്നതിനെ അവസാനമായിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കും എന്ന് പറയും. നിങ്ങളുടെ കൂടെ ഒരാളെ നിങ്ങൾക്ക് മനസ്സിലൊന്ന് ഓർക്കാൻ സാധിക്കൂ. അയാളെ കാണുമ്പോൾ നിങ്ങൾക്കൊരാദരവാണ്. അയാളെ കാണുമ്പോൾ നിങ്ങളെ മനസ്സിൽ ഒരു ചിരി വരും, സ്നേഹം വരും. അത്ര സൗമ്യതയിൽ അധികം ആരും സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല. അത്ര ലാളിത്യത്തിൽ അധികം ആരും ജീവിച്ച് നിങ്ങൾ കണ്ടിട്ടില്ല. അത്ര ആശയങ്ങളുള്ള, ലോകത്തിനെ പറ്റി സംസാരിക്കാൻ സാധിക്കുന്ന അധികം ആളെ നിങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുമെങ്കിൽ അതിനോടൊപ്പം ഉറപ്പായും ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു പേരായിരുന്നു കൃഷ്ണകുമാർ സാറെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും. കാര്യം കണ്ടിട്ടുണ്ടോ, ഒരുപാട് പരിചയപ്പെട്ടിട്ടുണ്ടോ, ഒരുപാട് ഒത്തു ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ചോദ്യത്തിനൊക്കെ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരം നോ എന്ന് തന്നെ ആയിരിക്കും. പക്ഷേ ഒരുപാട് കേട്ടിട്ടുണ്ട്, പലരിലൂടെയും മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്കുള്ളിൽ പതിഞ്ഞ ഈ ചിത്രത്തിന് ശക്തി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില വേർപാടുകൾ നമുക്ക് വിങ്ങലും ഒരിക്കലും തീർക്കാൻ പറ്റാത്ത സങ്കടമായിട്ട് മനസ്സിൽ കിടക്കുമെന്ന് ഉറപ്പുള്ളതുമാണെന്ന് നമ്മളെ മനസ്സിനറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ സാധിക്കുമെങ്കിൽ അതും ഒരു നിയോഗമായിട്ട് നമുക്കെല്ലാവർക്കും ഇരുന്ന് സംസാരിക്കാനും കേൾക്കാനും സാധിക്കുന്നതൊരു നിയോഗമായി കരുതാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമ്പാഷൻ അഥവാ കാരുണ്യം എന്താണിത് എന്ന് ചോദിച്ചാൽ, ദയയാണോ, സ്നേഹമാണോ, മറ്റുള്ളവരെ അവരായിരിക്കുന്ന ലെവലിൽ മനസ്സിലാക്കുകയാണോ, ഇതിനൊക്കെ മുകളിലാണോ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു 3 സ്റ്റെപ്പുണ്ട് കമ്പാഷന് എന്ന് തോന്നും.
ഒന്ന്, അവരായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അവരുടെ സങ്കടത്തിലും ദുഃഖത്തിലും നമുക്ക് വേദനയുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ അതിൽ നമുക്ക് മനസ്സ് നിറഞ്ഞ സന്തോഷമുണ്ട്. ഇത് മൂന്നും ഒത്തുചേരുമ്പോഴാണ്, അഥവാ എംപതിയും സ്നേഹം, ലവ്, അൺകണ്ടീഷണലായിട്ടുള്ള ലവും, അതേപോലെ പ്രതിബദ്ധതയോടുകൂടി കമ്മിറ്റ്മെൻറ്റോടുകൂടി ആ കാര്യം ചെയ്യാനുള്ള മനോഭാവവും കൂടി ഒത്തുചേരുമ്പോഴാണ് കാരുണ്യം അഥവാ കമ്പാഷൻ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്. സൈക്കോളജിക്കലി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് അയാളുടെ ജീവിത കാലഘട്ടത്തിൽ എത്താൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന ആവിഷ്കാരങ്ങളിലൊന്നായാണ് കമ്പാഷനെ പറയുന്നത്. അതൊരിക്കലും എത്താൻ അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. എനിക്ക് തോന്നുന്നു കമ്പാഷനെ പറ്റി ഏറ്റവും ആദ്യം ഞങ്ങളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ കേട്ടത്, ഈ അന്നൊക്കെ സാരാംശ കഥകൾ വായിക്കാൻ കിട്ടുമല്ലോ പുസ്തകങ്ങളിലായിട്ട്. അപ്പോൾ ഒരു വൃദ്ധൻ്റെയും തേളിൻ്റെയും കഥ വായിച്ചിട്ടുണ്ട്. അത് ഈ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് അറിയാവുന്ന കഥയായിരിക്കും. എന്നാലും കുട്ടിക്കാലത്ത് തന്നെ മനസ്സിൽ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്കാവാൻ പറ്റുമോ എന്നാലോചിച്ചൊരു കഥയായിരുന്നു അത്. ഒരു തടാകത്തിൻ്റെ തൊട്ടടുത്ത് നല്ലോണം പ്രായമുള്ള, സ്ഥിരമായി മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രായമുള്ള വ്യക്തി, അദ്ദേഹം ഇരുന്ന് അവിടെ പ്രാർത്ഥിക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ നല്ലോണം അവശനായി തീരെ വയ്യാതെ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു തേളിനെ ഇദ്ദേഹം കണ്ണു തുറന്നപ്പോൾ പെട്ടെന്ന് കാണുകയാണ്. കാണുമ്പോൾ ആ തേളിൻ്റെ അവസ്ഥ, ജീവൻ രക്ഷപ്പെടുത്താൻ അത് ശ്രമിക്കുന്നത് ഇദ്ദേഹത്തിന് അലോസരം ഉണ്ടാക്കുന്നു. പക്ഷേ തടാകത്തിലേക്ക് ഒറ്റയടിക്ക് ഇറങ്ങാൻ ഇദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ അവസ്ഥയിൽ അദ്ദേഹത്തിന് എളുപ്പമല്ല എന്ന് തിരിച്ചറിയുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു മരത്തിൻ്റെ ശാഖയിൽ പിടിച്ച് ഒരു പരിധി വരെ ഒരു ശക്തിയായി എന്ന് തോന്നുമ്പോൾ ഇദ്ദേഹം ഇറങ്ങി ആ തേളിനെ രക്ഷിക്കാൻ നോക്കുകയാണ്. കൈകൊണ്ട് കിട്ടി തേളിനെ എന്ന് തോന്നിയപ്പോൾ ആദ്യം ഈ വൃദ്ധന് തിരിച്ചു ലഭിച്ചതൊരു കുത്തായിരുന്നു. കുത്തിൻ്റെ വേദന കൊണ്ട് വൃദ്ധനൊന്ന് പൊളഞ്ഞുപോയി തിരിച്ച് കരയിലേക്ക് തന്നെ കിടക്കേണ്ടി വന്നു എന്നാണ്. അത് കഴിഞ്ഞ് അയാൾക്കൊന്ന് ഭേദപ്പെട്ടു നോക്കാം എന്ന് കണ്ടപ്പോൾ വീണ്ടും ഈ തേളിനെ സഹായിക്കാൻ വേണ്ടി ആ കൊമ്പ് പിടിച്ച് ഇദ്ദേഹം ഇറങ്ങിയപ്പോൾ അടുത്ത റൗണ്ട് കിട്ടിയ കുത്ത് അതിശക്തമായിരുന്നു എന്നാണ്. കയ്യിൽ ചോര വന്ന് പൊളഞ്ഞു പോകുന്ന വേദന. അപ്പോൾ ആ അരികിലൂടെ നടന്നു പോകുന്ന വേറൊരു ആൾ കണ്ടിട്ട് ഈ വൃദ്ധനോട് ചോദിക്കുന്നുണ്ട്, മനുഷ്യ നിങ്ങൾക്ക് അറിയില്ലേ തേളിൻ്റെ സ്വഭാവം? നിങ്ങൾ എന്തിനാണ് ഈ പ്രായത്തിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നേരത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്? അറിയാഞ്ഞിട്ടല്ലല്ലോ, കാലം പഠിപ്പിച്ച വിവേകം നിങ്ങൾക്കില്ലേ? അപ്പോൾ ആ വൃദ്ധൻ്റെ മറുപടി അതായിരുന്നു ഈ സാരാംശ കഥകളിൽ ഏറ്റവും ആദ്യം കേട്ടപ്പോൾ ഒരു അന്തം വിടൽ വായിച്ചപ്പോൾ വന്ന കഥകൾ. കുത്തുക എന്നത് തേളിൻ്റെ ധർമ്മമാണ്. തേളിന് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ കൂടെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പ്രയാസമുള്ള ഒരാളെ സഹായിക്കുക എന്നത് എൻ്റെ പ്രകൃതമാണ്, എൻ്റെ സ്വഭാവമാണ്. മറ്റൊരാൾ കുത്തി എന്ന് കരുതി എനിക്കെൻ്റെ സ്വഭാവമോ പ്രകൃതമോ മാറ്റാൻ എളുപ്പമല്ല. അന്നത് വായിച്ച സമയത്ത് ഇയാളൊരു മരമണ്ടനാണല്ലോ, ഇങ്ങനെയൊക്കെ ആരെങ്കിലും അബദ്ധം കാണിക്കുമോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചൊരോർമ്മ പിന്നെയുണ്ട്. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ സാരാംശ കഥകൾ മാറി ബുദ്ധകഥകൾ താല്പര്യം തോന്നിയൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ വായിച്ചപ്പോഴും ഒരന്തം വിടലുണ്ടായിട്ടുണ്ട്. സ്വന്തം ജീവിതത്തിനെ വേറെ തന്നെ ഒരു വഴിയിലൂടെ കൊണ്ടുപോയി അത് വേറൊരു പ്രത്യേക നിയോഗത്തിനായി തെളിയിക്കപ്പെട്ട് അങ്ങനെ ജീവിച്ചപ്പോൾ അതിലൊരു കഥ ഇതേപോലെ മനസ്സിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കഥ പിന്നീട് വായിച്ചപ്പോഴാണ് മനസ്സിലായത്, കാരുണ്യം അഥവാ കമ്പാഷൻ മനുഷ്യരിലേക്ക് എത്തുന്നതിൻ്റെ ഉദാഹരണമായിരുന്നു അന്ന് ബുദ്ധൻ പറയാൻ ശ്രമിച്ചത് എന്ന്. അദ്ദേഹം ഒരു ദിവസം എല്ലായിടത്തും രാജ്യമൊട്ടാകെ അറിയിക്കുകയാണ്, ഇന്ന് ആർക്ക് വേണമെങ്കിലും എൻ്റെ അടുത്ത് വരാം, ഞാൻ നിങ്ങൾ തരുന്ന ഏത് ദാനധർമാദികളും സ്വീകരിക്കും, എൻ്റെ കൂടെയുള്ള
എൻ്റെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി സഹായിക്കാനാണ്. വിവരം അറിഞ്ഞിട്ട് രാജാവ് വരുന്നു, പ്രഭുക്കന്മാർ വരുന്നു, രാജകുമാരന്മാർ വരുന്നു. എല്ലാവരും ഒരുപാട് ദാനധർമ്മങ്ങൾ കൊടുക്കുന്നതൊക്കെ ബുദ്ധൻ പക്ഷേ ഒരു കൈയിൽ പ്രാർത്ഥനയും മറ്റേ കൈകൊണ്ടാണ് സ്വീകരിച്ചിരുന്നത്. അവസാനം വന്ന സ്ത്രീയുടെ കയ്യിൽ ഒരു പകുതി മാതള നാരങ്ങ മാത്രമാണ് ഉണ്ടായിരുന്നത് അത്രേ. അപ്പോൾ അവർ ചോദിച്ചു, ഞാൻ ഒരു അരമണിക്കൂർ മുന്നേ അറിഞ്ഞത് ഇങ്ങനെ ഒരു ദാനധർമ്മ ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ട് എന്ന്. പക്ഷേ എൻ്റെ അടുത്ത് അങ്ങയ്ക്ക് തരാൻ വേറെ ഒന്നുമില്ല. ഞാനാണെങ്കിൽ ഇത് പകുതി കഴിച്ചും പോയി. വിരോധമല്ലെങ്കിൽ ഇത് സ്വീകരിക്കാൻ പറ്റുമോ? പ്രാർത്ഥനയിൽ വെച്ചിരുന്ന ഒരു കയ്യ് അദ്ദേഹം ആദ്യമായിട്ട് 2 കൈയോടുകൂടി നീട്ടി ഈ പകുതി മാതളം വാങ്ങിയെന്നാണ്. അത് കേട്ടപ്പോൾ, അത് കണ്ടപ്പോൾ, അതുവരെ അവിടെ കാത്തു നിന്ന രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും രാജകുമാരനും ഒക്കെ കുറച്ചൊരു അസ്കിതയും ബുദ്ധിമുട്ടും തോന്നിയിത്രേ. ഞങ്ങളതൊക്കെ ഒറ്റക്കൈയുണ്ട്, അതിനേക്കാളും എത്രയോ മടങ്ങ് കാര്യങ്ങൾ ഞങ്ങളിവിടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതെന്താ അങ്ങ് അങ്ങനെ ചെയ്തത്? അതവിടെ ചോദ്യമായി ചെന്നു. നിങ്ങളടുത്തൊക്കെ എത്രമാത്രം ഉണ്ടായിട്ടാണ് നിങ്ങൾ ഈ തന്നത് എന്ന് എനിക്കറിയില്ല. തരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള പ്രതീക്ഷ എന്തായിരുന്നു, ആഗ്രഹം എന്തായിരുന്നു, അതെനിക്കറിയില്ല. പക്ഷേ ഈ സ്ത്രീയുടെ കാര്യത്തിൽ ഉള്ളതുപോലെ എൻ്റെ കയ്യിലേക്ക് കൊണ്ടുതരാനുള്ള മനസ്സിൻ്റെ ആ ഒരു നന്മയെ, കാരുണ്യത്തിന് ഞാൻ എന്തായാലും 2 കൈകൊണ്ട് തന്നെയാണ് സ്വീകരിക്കേണ്ടത് എന്നെനിക്ക് ഉറപ്പുണ്ട് എന്നായിരുന്നു ബുദ്ധൻ്റെ മറുപടി. അപ്പോൾ ഈ സാരാംശ കഥകളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് ആവാൻ പറ്റുമോ? അങ്ങനെ പല സംശയങ്ങളും അന്ന് കാലത്തെ മനസ്സിൽ തോന്നിയിരുന്നു. പിന്നീട് എപ്പോഴോ ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചപ്പോൾ എനിക്കറിയാം ഈ കൂട്ടത്തിൽ ഒരുപാട് പേരത് വായിച്ചിട്ടുണ്ടാവും. മൊല്ലാക്ക പറഞ്ഞു കൊടുത്ത കഥകളിൽ 1001 വെള്ളക്കുതിരകളിൽ ഷെയ്ക്ക് മാത്രം വരുന്നത് തീരെ വയ്യാതെ അനങ്ങാൻ പറ്റാതെ നടക്കാൻ സഹായം വേണ്ടുന്ന വെള്ളക്കുതിരയിലാണ്. ഓരോ തവണ ആ കുതിരയ്ക്ക് വയ്യാതിരിക്കുന്ന സമയത്തും ബാക്കി നല്ലോണം ആരോഗ്യവും ശക്തിയുള്ള 1000 കുതിരകളോട് അവിടെ കാത്തു നിൽക്കാൻ ഈ ഷെയ്ക്ക് ആവശ്യപ്പെടുകയാണ്. അതെന്താ മൊല്ലാക്ക അങ്ങനെ? ഏറ്റവും ശക്തിയുള്ളതിലല്ലേ ദൈവം വരേണ്ടത് എന്ന് ഓരോ തലമുറയിലെയും കുട്ടികൾ ചോദിച്ചതായിട്ട് വായിക്കുമ്പം, അല്ല, ഇല്ലാത്തവരെയും സപ്പോർട്ട് വേണ്ടവരെയും സ്നേഹിക്കുക, സഹായിക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് സാരാംശമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാരുണ്യം, അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ മനസ്സിലാക്കി അവരിലേക്ക് ശബ്ദമില്ലാതെ എത്താൻ എത്ര പേർക്ക് നമ്മുടെ ഇടയിൽ ഇന്ന് സാധിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അതിൽ ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്ക് കൃഷ്ണകുമാർ സാറിൻ്റെ പേര് തന്നെയായിരിക്കും. കൗമാരക്കാലത്ത് ഒരുപാട് ആദർശങ്ങളുടെ ചോര തള്ളിച്ച് ഇവർക്കൊക്കെ ഉള്ളതായിട്ട് ഇവരുടെ കൂടെ ജോലി ചെയ്ത സുഹൃത്തുക്കളുടെ കഥകളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഗാന്ധിയൻ പ്രസ്ഥാനങ്ങൾ, പലതരം ഉന്നമനത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ, അന്ന് വൈകുന്നേരം നടത്തിയിട്ടുള്ള മീറ്റിങ്ങൾ, ഇതിൻ്റെ കഥയൊക്കെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ സാറ് പറഞ്ഞ് എപ്പോഴും കേൾക്കാം. പക്ഷേ നമ്മൾ വിചാരിക്കുക പലപ്പോഴും കൗമാരത്തിൻ്റെ ആദർശങ്ങളൊക്കെ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് എത്തുമ്പോൾ ഈ കാരുണ്യവും ദയയൊക്കെ മാറി വളരെ പ്രാക്ടിക്കലും സെൽഫ് സെൻറ്റേർഡുമാവും മനുഷ്യരെന്നാണല്ലോ. പക്ഷേ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് വിഷനും ഗോളും ഒക്കെ കുറേ അധികം തെളിമയിലേക്ക് വരുന്ന ആളുകൾ എത്ര പേരുണ്ട് എന്ന് വീണ്ടും ചോദിച്ചാൽ നമുക്ക് ഒരുപാടധികം ആളുകളെ എടുത്തു ചൂണ്ടിക്കാണിക്കാൻ പറയാൻ സാധിക്കില്ല. ശരിയാണ്, നമുക്ക് കുറേ മനുഷ്യരെ കാണാം, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലം എത്രയെന്ന് പ്രതീക്ഷിക്കാതെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. ഡേ ടു ഡേ ലൈഫിൽ നമുക്കത് ഒരുപാട് പേരെ പരിചയമുണ്ട്. പക്ഷേ സ്വന്തം തൊഴിലിടങ്ങളിൽ ഞാൻ തന്നെയാണ് മറ്റുള്ളവരും, എന്നെ പോലെ തന്നെയാണ് മറ്റുള്ളവരും, വർക്ക് ബേസ്ഡ് കമ്പാഷൻ, ജോലി സ്ഥലത്തെ കാരുണ്യ മനോഭാവം. ആളുകൾ ലേസിയായി മാറിപ്പോവില്ലേ? ആളുകൾ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യില്ലേ? ശരിയാണ്,
നിങ്ങളൊരാളോട് കമ്പാഷൻ കാണിക്കുമ്പോൾ, കാരുണ്യം കാണിക്കുമ്പോൾ, അതിൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ള മനുഷ്യരുടെ പേടി, ഇത് ഇവൻ എന്നെ യൂട്ടിലൈസ് ചെയ്തേക്കുമോ, എൻ്റെ ഈ സ്വഭാവം കൊണ്ട് ഇവൻ എന്നെ ഏത് രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യും എന്ന് ഉറപ്പില്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു സാറെ സംബന്ധിച്ച് സാറിന് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. കാര്യം നമ്മൾ ഹിസ്റ്ററിയിൽ ദലൈലാമയുടെ വാചകങ്ങൾ വായിച്ചാൽ നമുക്കറിയാം, കമ്പാഷൻ ആൻഡ് ലവ് ആർ നെസസിറ്റീസ് ഓഫ് മാൻകൈൻഡ്, ദേ ആർ നോട്ട് ലക്ഷറി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഇഫ് യു വോണ്ട് others to be happy, show compassion to them. But if you want you to be happy, be compassionate to others. ഇതും ദലൈലാമ തന്നെ പറഞ്ഞു വെച്ച വാക്കുകളാണ്. അപ്പോൾ നമ്മളൊരാളോട് കമ്പാഷനേറ്റ് ആകുമ്പോൾ, കരുണയോടുകൂടി സഹാനുഭൂതിയോടുകൂടി പെരുമാറാൻ നമുക്ക് സാധിക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ ഗുണം അവിടെ മറ്റുള്ളവർക്കല്ല, നമ്മുടെ സ്വയം എന്ന് പറയുന്ന വ്യക്തിക്കാണ്. ഈ കമ്പാഷൻ്റെ പിറകിൽ നമ്മുടെ ബ്രെയിനിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബ്രെയിനിൽ പോസിറ്റീവായിട്ട് ഈ സമയത്ത്, നമ്മുടെ ഓരോ കമ്പാഷനേറ്റ് ആക്ടിൻ്റെ സമയത്തും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നറിയാൻ ഒരു കൗതുകത്തിൻ്റെ പിന്നാലെ കുറച്ച് വായിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായത്, നിങ്ങളൊരാളോട് സ്നേഹത്തോടെ അല്ലെങ്കിൽ കമ്പാഷനേറ്റായിട്ട്, കൈൻഡായിട്ട് നിങ്ങൾക്ക് പെരുമാറാനും അവരായിരിക്കുന്ന വിധത്തിൽ മനസ്സിലാക്കാനും സാധിക്കുമ്പോൾ ഏറ്റവും നല്ല ഹോർമോണുകളാണ് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് എന്നാണ്. ബ്രെയിനിൻ്റെ, ഞങ്ങളുടെ ഭാഷയിൽ പറയുന്ന പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഭാഗം, അമിഗ്ഡലാർ ഭാഗം, ഹിപ്പോ ക്യാമ്പസ് ഭാഗം, ഒരു മനുഷ്യന് സന്തോഷം തരുന്ന, പ്ലെഷർ തരുന്ന, ജീവിക്കാൻ മുന്നോട്ട് പോവാൻ റിവാർഡ് കൊടുക്കുന്ന ഭാഗങ്ങളിലൊക്കെ നല്ല രാസപദാർത്ഥ മാറ്റങ്ങൾ ആ സമയത്ത് നടക്കുന്നുണ്ട് എന്നാണ്. എൻഡോർഫിനുകൾ, ഓക്സിറ്റോസിനുകൾ, ഇതേപോലത്തെ ഒരുപാട് രാസമാറ്റങ്ങൾ അവിടെ പോസിറ്റീവായിട്ട് നടക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് പോസിറ്റീവ് സൈക്കോളജിയുമായി ചേർത്ത് വെച്ചാണ് കമ്പാഷനെ സൈക്കോളജിയിൽ പറയുന്നത്. അതായത് നിങ്ങൾക്ക് അസുഖമില്ലാത്ത അവസ്ഥ മാത്രമല്ല നിങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നല്ല ഇമോഷൻസ്, സന്തോഷം, സ്നേഹം, ഗ്രാറ്റിറ്റ്യൂഡ്, ഹോണസ്റ്റി, കമ്പാഷൻ, ഇങ്ങനത്തെ നല്ല ഇമോഷൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വെൽബീയിങ് ആണ് അവിടെ ഇംപ്രൂവ് ചെയ്യുന്നത്. നേരെ മറിച്ച് നിങ്ങൾ അപ്സെറ്റ് ആകുമ്പോൾ, നിങ്ങളിൽ മോശം നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഇമോഷൻസും കൂടുന്ന നേരത്ത് നിങ്ങളുടെ ബ്രെയിനിൽ ഒരു ത്രെറ്റ് സിസ്റ്റം, സ്ട്രെസ് ഹോർമോണുകളാണ് ആക്ടിവേറ്റഡ് ആകുന്നത്. മുന്നോട്ട് പോവാനുള്ള മോട്ടിവേഷൻ പാത്തുകളും ഗ്രാറ്റിറ്റ്യൂഡ് പാത്തുകളുമാണ് പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് മനസ്സിൽ വരുമ്പോൾ ഒരു മനുഷ്യന് മുന്നോട്ടേക്ക് ബ്രെയിനിൽ പ്രവർത്തനക്ഷമത ഉണ്ടാകുന്നത്. അപ്പോൾ കമ്പാഷൻ ഒരു വാല്യൂ ആയി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വന്നാൽ മറ്റുള്ളവർക്കല്ല, നമ്മൾ ഓരോരോ വ്യക്തിക്കുമാണ് അതുകൊണ്ട് ഗുണമെന്നർത്ഥം. പക്ഷേ എനിക്ക് തോന്നുന്നു സാറ് ഇവിടെ നേരത്തെ രാമകൃഷ്ണമാമ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊക്കെ പണ്ട് പഠിക്കുന്ന കാലത്ത് കോഫി ഹൗസിൻ്റെ ബാക്കിൽ വളരെ ചെറിയൊരു കെട്ടിടം, ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു കെട്ടിടം കണ്ടിരുന്നു. അവിടുന്ന് ഇംഹാൻസിലേക്കുള്ള യാത്രയിൽ ഒരുപാട് സെൻട്രൽ ഫണ്ടിങ് വേണ്ടിയിരുന്ന സമയത്ത് കമ്മ്യൂണിറ്റി സൈക്യാട്രിയിലേക്ക്, അതായത് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പേഷ്യൻസിന് ഹെൽപ്പ് കൊടുക്കേണ്ട കാര്യത്തിൽ ഡിസബിലിറ്റി പ്രോജക്റ്റുകൾ, പ്രോഗ്രാമുകൾ, അതിൻ്റെ അസസ്മെൻറ്റ് അല്ലെങ്കിൽ അതിന് ഹെൽപ്പ് കൊടുക്കേണ്ടുന്ന കാര്യത്തിൽ സ്വന്തം ആവശ്യത്തിനല്ലാതെ സ്ഥാപനത്തിന് വേണ്ടി ഇത്രയധികം പ്രവർത്തിക്കാൻ സന്നദ്ധത ഒരു മനുഷ്യനുണ്ടാകുക എന്ന് പറയുമ്പോൾ അത് അവർ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത വാല്യൂസ് തന്നെയാണ് എന്ന് പറയണം. അപ്പോഴാണ് സാറിൻ്റെ കുട്ടിക്കാലത്തെ കഥകൾ കേട്ടത്, സാറിൻ്റെ പാരൻസിൻ്റെ കഥകൾ കേട്ടത്. ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സാറ് പറയും, അവർ കുട്ടിയായിരുന്നപ്പോൾ കോമ്പറ്റീഷൻസിൻ്റെ ഭാഗമായിട്ട് അവരെ സ്കൂളിൽ നിന്ന് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് സാറിൻ്റെ പാരൻസിൻ്റെ അവരുടെ സ്കൂളിൽ നിന്ന് ടീച്ചറൊക്കെ പോകുമ്പോൾ ടീച്ചറായിട്ട് സാറിൻ്റെ അമ്മയാണ് അത്ര കൂടെ ഉണ്ടാവുക.
അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ, ആ കുട്ടികളുടെ ആവശ്യങ്ങൾ, ആ കുട്ടികളുടെ റൈറ്റ്സ്, ഇതെല്ലാം നിറവേറ്റിയിരുന്നത് ടീച്ചർ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഈ ടീച്ചറമ്മയായിരുന്നു അത്രേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വാല്യൂസും ഈ ചിന്താഗതികളും ഒക്കെ ഒരു പക്ഷേ ജനനത്തിലും വളർച്ചയിലും കൗമാരത്തിലും ഒക്കെ പല ഘട്ടങ്ങളായി ആർജിക്കപ്പെട്ട് കിട്ടിയത് തന്നെ ആവണം. അപ്പോൾ കമ്പാഷൻ നമ്മുടെ കുട്ടികൾക്ക് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുമോ? ക്യാൻ കമ്പാഷൻ ബി പ്രാക്ടീസ്ഡ്? യെസ്, ഇറ്റ് ക്യാൻ എന്നാണ് സൈക്കോളജിയും സയൻസും പറയുന്നത്. സ്നേഹം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? പറ്റൂത്രേ. കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? പറ്റും എന്നാണ്. നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി ഒന്ന് മാറ്റേണ്ടി വരും എന്ന് മാത്രം. കോമ്പീറ്റ് ചെയ്യാൻ, എല്ലാത്തിലും മാക്സിമം മാർക്ക് കിട്ടാൻ, അതൊക്കെ നമുക്ക് പഠിപ്പിക്കാം. പക്ഷേ കോപ്പറേറ്റ് ചെയ്യാൻ കൂടി, കോമ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. മാത്രമല്ല, ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് കിട്ടുന്നു എന്ന് ഉറപ്പാക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ലൈഫ് എക്സ്പീരിയൻസുകൾ കൂടി അവർക്ക് കൊടുക്കേണ്ടി വരും. ഒരു പക്ഷേ എൻ്റെ ജനറേഷൻ വരെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നതും ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറഞ്ഞു വരുന്നു എന്ന് ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആശങ്കപ്പെടുന്നതും ഈ ലൈഫ് എക്സ്പീരിയൻസുകളാണ്. പിന്നെ അവരെ കേൾക്കാനും അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ ഉപദേശിച്ച് നന്നാക്കുന്നതിന് പകരം, കാര്യം നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ വീട്ടിൽ പേരക്കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരിചയത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയും, ഇന്നത്തെ ജനറേഷന് നമ്മൾ ഉപദേശിക്കേണ്ട കാര്യമില്ല. നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന ആളുകളാണ് അവർ. പക്ഷേ അവരെ കേൾക്കാൻ ഉപാധികളില്ലാതെ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ അത് കമ്പാഷൻ്റെ ഒരു എലമെൻ്റാണ് എന്ന് നമ്മളെ കുട്ടികൾക്കൊരു പാഠം കൊടുക്കുകയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ എന്തായാലും നമുക്കിനി മോഡൽസാണ് വേണ്ടത്. പറഞ്ഞു കൊടുത്തുണ്ടാക്കാൻ പറ്റുന്ന ഒന്നല്ല കമ്പാഷൻ എന്ന് പറയുമ്പോൾ, പ്രവൃത്തിയിലൂടെ മോഡൽസായി ഇതാണ് കമ്പാഷൻ എന്ന് കണ്ടു വളരാനുള്ള പരമാവധി സാഹചര്യങ്ങൾ നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് നത്തിങ് വിൽ ഹാപ്പൻ ഇഫ് യു ഹാവ് നോ വെൽത്ത്. നിങ്ങൾക്ക് സാമ്പത്തികം ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. സംതിങ് വിൽ ഹാപ്പൻ ഇഫ് യു ഹാവ് നോ ഹെൽത്ത്. ഹെൽത്ത് ഇല്ലെങ്കിൽ ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാം. പ്രോബ്ലം വിൽ ഹാപ്പൻ ഇഫ് യു ഹാവ് നോ ക്യാരക്ടർ. എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈയിടെ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് കുട്ടികളായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനൊരു അവസരം ഉണ്ടായി സ്കൂളിൽ. അപ്പോൾ വാല്യൂസിനെ പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ, സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചൊരു കുട്ടി എഴുതിയിട്ടു. ഞങ്ങളെ സാറിനോട് അവർ ചോദിച്ചു, സാർ ഈ പറയുന്ന കമ്പാഷനൊക്കെ വിറ്റാൽ കാര്യം നടക്കൂ? നമുക്ക് പൈസയല്ലേ വേണ്ടത്, ജീവിക്കാൻ പൈസ വേണ്ടേ? അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടല്ലോ, ജോലി കിട്ടണമെങ്കിൽ, എന്നും സ്വിഗ്ഗിയിൽ നിന്ന് സാധനം വാങ്ങിക്കണമെങ്കിൽ, സൊമാറ്റോന്ന് സാധനം കിട്ടണമെങ്കിൽ, KFC പോയി ഭക്ഷണം കഴിക്കണമെങ്കിൽ നല്ല ജോലി വേണം. നല്ല ജോലി വേണമെങ്കിൽ നല്ലോണം പഠിക്കണം. നല്ലോണം പഠിച്ച് ജോലി കിട്ടിയാലേ പൈസ ഉണ്ടാവുള്ളൂ. സാർ ഈ പറയണ കമ്പാഷനൊക്കെ കൊണ്ട് ഇതിൽ വല്ലതും നടക്കുമോ? ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ? മാത്രമല്ല, പല ആൾക്കാരോടും ഞങ്ങൾ കരുണ്യം, സാർ ഈ പറയുന്ന കെയറൊക്കെ കാണിക്കുമ്പോൾ പിന്നെ അവരെ സ്വഭാവം കാണുമ്പോൾ എന്തിനാ ഞാൻ വരെയൊക്കെ കെയർ ചെയ്തത്, പോങ്ങളെന്ന് ആദ്യം അവരോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്നാ തോന്നുക. ദേ ഇറിറ്റേറ്റ് അസ്, ദേ ടോക്ക് ബാക്ക് ടു അസ് ലൈക്ക് എനിത്തിങ്. ഒരു സമയത്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു എന്ന് അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ സാർ അതിന് മറുപടിയായിട്ട് പറയുണ്ടായി, നിങ്ങൾ രണ്ടാമത് ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം. നിങ്ങളൊരു ഗാർഡനിൽ ചെന്നിട്ട് ഒരു റോസ് പൂവിനെ ശ്രദ്ധിക്കുക. റോസ് പൂവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും സ്മെല്ലുണ്ടാവും, അത് പൊട്ടിച്ച് കൊണ്ടുവന്ന് വാടുന്നത് വരെയും സ്മെല്ലുണ്ടാവും. അപ്പോൾ ആ റോസ് പൂ ജനിച്ചതും മരിച്ചു വീഴുന്നതും എല്ലാം അതിൻ്റെ നിയോഗം ആ ഒരു നല്ല സ്മെല്ലുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അത് ആരൊക്കെ ഉപയോഗിക്കുന്നു, എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു, കാറിലാണോ ഡെക്കറേറ്റ് ചെയ്യുന്നത് അതോ നിലത്ത് വെള്ളത്തിലാണോ എന്ന് ചിന്തിച്ചല്ല.
അപ്പോൾ ഇതിനെയാണ് നമ്മൾ കമ്പാഷൻ എന്ന ഉപമയായിട്ട് ജനറലി പറയുക. നിങ്ങൾ ആദ്യം പറഞ്ഞില്ലേ, അതായത് ഞാനൊരാളെ സഹായിച്ചു, പക്ഷേ പിന്നെ ആവശ്യം വരുമ്പോൾ അവർ തിരിച്ച് ചെയ്യുന്നില്ല. അതിന് ഞങ്ങളെ ഭാഷയിൽ കൃപ അല്ലെങ്കിൽ മേഴ്സി എന്നാ പറയുക. കാര്യം അവിടെ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തിരിച്ച് കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളെ എക്നോളജ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ സംഭവിച്ചില്ലല്ലോ എന്നുള്ള ദുഃഖമുണ്ട്. എന്നാലും പിന്നെ ആവശ്യം വന്നിട്ട് അവർ വിളിച്ചില്ലല്ലോ, പറഞ്ഞില്ലല്ലോ എന്നുള്ള ഖേദമുണ്ട്. അപ്പോൾ മേഴ്സിന്ന്, കൃപയെന്ന് മാറി സഹാനുഭൂതി, കമ്പാഷൻ, വിച്ച് ഇസ് എ കോമ്പിനേഷൻ ഓഫ് എംപതി, കൈൻഡ്നെസ്, ഇൻറ്റൻഷൻ ടു ആക്ട്. ഇത് മൂന്നും കൂടി നിങ്ങൾക്ക് നടന്നെത്താൻ സാധിക്കുമ്പോൾ നിങ്ങളാണ് അവിടെ ഇമോഷണലി മെച്യൂർ ആകുക. പിന്നെ ഒരു കാര്യം സത്യം, കമ്പാഷൻ വിറ്റാൽ കാശ് കിട്ടില്ല, അത് വളരെ സത്യസന്ധമായ കാര്യമാണ്. പക്ഷേ കമ്പാഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പൈസേനെ കുറിച്ച് നിങ്ങൾക്ക് അധികം ടെൻഷൻ ഉണ്ടാവില്ല, അതിൽ വലിയ കാര്യമുണ്ട് എന്നുള്ളൊരു പേടി ഉണ്ടാവില്ല. ഈ സ്വിഗ്ഗി, സൊമാറ്റോ ഒന്നും നമ്മുടെ ചിന്തയിൽ അധികം നമ്മൾ അലോസരപ്പെടുത്തില്ല. അപ്പോൾ നമ്മൾ കൃഷ്ണകുമാർ സാറെ പറ്റി എവിടെ കേട്ടാലും ഏത് വാചകങ്ങളിലും വളരെ ലാളിത്യത്തോടു കൂടി, വളരെ ലളിതമായൊരു ജീവിത രീതിയോടു കൂടി, എങ്ങനെയാണോ സ്വന്തം ജീവിതം അതുപോലെ തന്നെ നമ്മൾ പല ആളുകളെയും കാണുമ്പോൾ നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യും. ഇവിടെ ഒന്നും ശരിയല്ല, ഇവിടെ ആരും ശരിയല്ല, ഒരു മനുഷ്യനും നല്ലതല്ല. അങ്ങനെ ലൈഫിനെ മൊത്തത്തോടു കൂടി നെഗറ്റീവായിട്ട് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ചിലരോട് സംസാരിച്ചാൽ ഞാനൊരു മനുഷ്യനാണ്, എൻ്റെ കൂടെ കൂടുന്ന മനുഷ്യർക്ക് അവർക്കും നല്ലത് വേണം, അവർക്കും ജീവിക്കാൻ സാധിക്കണം, അവരും എൻ്റെ കൂടെയുള്ളതാണ്. അങ്ങനെ വിശ്വസിച്ച് പെരുമാറാൻ സാധിക്കുന്ന ലാളിത്യ മനോഭാവമുള്ള വളരെ കുറച്ച് ആളുകളിൽ നമുക്ക് ഈ പേര് ചേർത്ത് വയ്ക്കാൻ സാധിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കെങ്ങനെ വർക്ക് പ്ലേസിൽ കമ്പാഷൻ ഉണ്ടാക്കാം? ഒന്ന്, നമുക്കവരെ മൊത്തത്തോടു കൂടി ഒരു മനുഷ്യനായിട്ട് കാണാം. ഈ വ്യക്തി ഇന്ന പണി ഈ സമയത്ത് ചെയ്ത് തീർക്കണം എന്ന് പറയുന്നതിൻ്റെ മുകളിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, എന്ത് ചെയ്യുമ്പോഴാണ് അവർക്ക് സന്തോഷം തരുന്നത്, ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവരെ അറിയാൻ സാധിക്കുമ്പോൾ. മാത്രമല്ല, നമുക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് കരുതിയാൽ ഒരാളും പെർഫെക്റ്റ് ആവേണ്ട കാര്യമില്ല. അത് അവരോട് തിരിച്ചു പറഞ്ഞ് എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഒരു ഹെൽപ്പ് വേണ്ടെടുത്ത് ചെന്ന് ഹെൽപ്പ് ചെയ്യാനുള്ള ആ ഒരു മനോഭാവം, ഹെൽപ്പ്, ഗെറ്റ് ഇൻ ആൻഡ് സപ്പോർട്ട് ആസ് മച്ച് ആസ് എ ടീം, ഈ 3 കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ വർക്ക് പ്ലേസിൽ കമ്പാഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളിൽ കമ്പാഷൻ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. മാത്രമല്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളിൽ ഇതെത്തിച്ചേരണമെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ സംസാരിച്ച് ചിന്തിച്ച് അതുമായി സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് അവരുടെ ചിന്തയാണ് ആവശ്യം. അല്ലാതെ അവരെ ഉപദേശിച്ചുകൊണ്ട് നീ കമ്പാഷനേറ്റായിട്ട് പെരുമാറണം എന്നുള്ളൊരു വാക്കുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവുമെന്ന് തോന്നിയില്ല. ഇനി ഏറ്റവും ലാസ്റ്റിലേക്ക് ഒരു കാര്യം കൂടി പറയട്ടെ. ഞങ്ങൾ സൈക്കോ തെറാപ്പി എന്ന് പറയും സൈക്കോളജിയിൽ. ഒരാളുടെ സ്വഭാവം, പെരുമാറ്റം, മാനസിക പ്രശ്നങ്ങൾക്ക് സഹായത്തിനു വേണ്ടി ചെയ്യുന്നതാണ് സൈക്കോ തെറാപ്പി. ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ വേവുകൾ 1950കളിലും 60കളിലും ആയിരുന്നു. അന്ന് ബിഹേവിയർ തെറാപ്പി എന്നൊക്കെ പറയും. സ്വഭാവത്തിനെ മാറ്റാൻ പല വഴികളുണ്ട് എന്ന് സ്കിന്നറും കൂട്ടുകാരും ഒക്കെ പറഞ്ഞ കാലത്താണ് ഫസ്റ്റ് വേവ് ഓഫ് സൈക്കോ തെറാപ്പി വന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് വേവ് സൈക്കോ തെറാപ്പികൾ വന്നു. നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പെരുമാറ്റത്തിന് നിങ്ങൾക്ക് എത്രമാത്രം മോഡിഫൈ ചെയ്യാം, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലെ. അതിനുശേഷം 2000 കഴിഞ്ഞപ്പോഴേക്കും തേർഡ് വേവ് സൈക്കോ തെറാപ്പികൾ വന്നു. കമ്പാഷൻ ഫോക്കസ്ഡ് തെറാപ്പി, CFT, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് തെറാപ്പി, ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ബേസ്ഡ് തെറാപ്പി. നിങ്ങൾ കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങളിലുള്ള ത്രെഡ് സ്റ്റിമുലൈനെ മനസ്സിലാക്കി നിങ്ങളെങ്ങനെയാണ് എന്ന് ഉൾക്കൊണ്ട്
മാറ്റങ്ങളിലേക്ക് പോവാൻ സഹകരിക്കാൻ ആവശ്യപ്പെടുന്ന തെറാപ്പീസാണ് ഈ 3rd വേവ് തെറാപ്പീസ്. അതിൽ ഒരുപാട് ഇപ്പോൾ പ്രചാരത്തിൽ ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ ഈ കമ്പാഷൻ ഫോക്കസ് തെറാപ്പീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസായിട്ട് പറയുന്നത് സെൽഫ് കമ്പാഷനാണ്. അതായത് സ്വയം അറിയാൻ. ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് കുറേ പ്ലസ്സുകളുണ്ട്, അതിനോടൊപ്പം തന്നെ കുറേ മൈനസുകളും ഉണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്ന് എനിക്കൊരു തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് മറ്റുള്ളവരെ അവരായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്ക് വരുന്നത്. അപ്പോൾ ഏതൊരു ഹീലിങ്ങിൻ്റെയും തുടക്കം സെൽഫ് കമ്പാഷനും ആ കമ്പാഷനും കാരുണ്യവും മറ്റുള്ളവരിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഇതേപോലെയുള്ള പോസിറ്റീവ് ഫീലിങ്സ്, ഇമോഷൻസ് മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക. നമുക്ക് ചില ആളുകൾ, എനിക്ക് തോന്നുന്നു ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് കൃഷ്ണകുമാർ സാറിൻ്റെ ബ്രദറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചത്. സാർ ഇവിടുന്ന് പോയത് നമുക്കറിയാത്ത, നമ്മൾ പോയിട്ടില്ലാത്തൊരു സ്ഥലത്ത് നമുക്കൊക്കെ പറ്റിയ നല്ലൊരു ആശുപത്രി ഉണ്ടാക്കാനാണ്. അങ്ങനെ പറയൂത്രേ സാറിൻ്റെ നാട്ടിലെ കുറച്ച് ആളുകൾ. അതുപോലെ നമുക്കിനിയും അറിയാത്ത, നമ്മളാരും എത്തപ്പെട്ടിട്ടില്ലാത്ത സ്ഥലത്ത് വേറെ കുറേ പുതിയ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം അദ്ദേഹം ഇവിടെ നിന്ന് പോയത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇനി നമ്മൾ ഈ കാരുണ്യവും സ്നേഹവും സൗമ്യതയും ശാന്തതയും നമുക്കെല്ലാവർക്കും അതുപോലെ സാധിച്ചോളണം എന്നില്ല. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടെങ്കിലും ഈ പോസിറ്റീവ് ഇമോഷൻസിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവാൻ നമുക്ക് ഓരോരുത്തർക്കും അത് നമ്മുടെ ചിന്തയിലും പെരുമാറ്റത്തിലും കൊണ്ടുവരാൻ സാധിച്ചാൽ ഇത്തരം വ്യക്തികളോട് നമ്മുടെ ആദരവും സ്നേഹവും പൂർണ്ണമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇത്രയും സമയത്തിനുള്ളിൽ ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത 10 മിനിറ്റ് ഈ വിഷയത്തിനെ പറ്റിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, താല്പര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന് കരുതുന്നു. മറുനാടൻ മലയാളി എന്നുള്ള നിലയിൽ ഞാൻ ഇംഗ്ലീഷിലാണ് പറയാൻ പോണേ. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുള്ളി പ്രസൻറ്റഡ്, so easily, and it was really inspiring for all of us. You asked for questions and comments. I have only this comment. Thank you so much. They say that when your heart is full, words are few. That's all I have to say. Thank you. നമസ്തേ. ഏറ്റവും നല്ല ഒരു സംസാരമായിരുന്നു. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും കേൾക്കേണ്ട ഒരു കാര്യമാണ് അങ്ങോട്ട് പറഞ്ഞത്. നമ്മൾ കുട്ടികളുടെ കാര്യത്തെ പറയും, പക്ഷേ ഇന്ന് നമ്മൾ പാരൻസ് എത്ര കുട്ടികളുടെ ആ സ്വഭാവ രൂപീകരണത്തിന് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് നമ്മളുടെ ഈ തലമുറയ്ക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം. പിന്നെ നമ്മൾ പറഞ്ഞു കുട്ടികളെ, ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ മാറ്റി നിർത്താറുണ്ട്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ കുട്ടികളുടെ പേരിൽ അറിയുന്ന രക്ഷിതാക്കളുണ്ട്. ഞാനിവർക്കൊക്കെ വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സംഘടനകളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ കുട്ടികളുടെ കഴിവിനെ നമ്മൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സിമ്പതി അല്ല അവർക്ക് ആവശ്യം, എമ്പത്തിയാണ്. അവരുടെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ. പക്ഷേ ഇപ്പോഴും നമ്മൾ പാരൻസിൽ കുറേ ആൾക്കാർ അങ്ങനെയുള്ളവരെ മാറ്റി. കാരണം ഈ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ മറ്റുള്ള കുട്ടികൾക്ക് കല്യാണാലോചന വരില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു തെറ്റായ ധാരണകളുണ്ടായിരുന്നു. പക്ഷേ മാറ്റമുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഈ ഒരു നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ അവരിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ആ പുഞ്ചിരിയാണ് നമ്മളുടെ ഏറ്റവും വലിയ ധനം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം നമ്മൾ ഒരാളെങ്ങനെ വേദനിച്ച് കാണുമ്പോൾ അവർക്ക് മുഖത്തൊരു പുഞ്ചിരി കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല, അതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്ത് തന്നെയാലും എല്ലാവരുടെ മനസ്സിലും വളരെ നല്ല ചിന്തകൾ വരുത്തുന്ന ഈ സത്യം പറഞ്ഞാൽ ഇത് കേട്ടിട്ട് എവിടെയൊക്കെയോ എന്തൊക്കെയോ ചിന്തിച്ചു പോയി. നമ്മളിങ്ങനെ കുറേ കുട്ടികളെയൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അവരുടെ കഴിവുകളും ആദ്യം അവരെ കഴിവില്ലായ്മയായിരുന്നു കണ്ടത്. പക്ഷേ ഇപ്പോൾ ഇന്ന് അവരുടെ കഴിവിൻ്റെ മുകളിലാണ് നമ്മൾ കാണുന്നത്. MR കുട്ടികളൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ ഇവിടെയുള്ള രക്ഷിതാക്കളെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ളവരായിരിക്കും. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ കുട്ടികളെ
പറഞ്ഞ പോലെ പറഞ്ഞ് പഠിപ്പിക്കുകയല്ല, എഴുതി പഠിപ്പിക്കുകയല്ല, അവർക്കൊരു മാതൃകയായി നമ്മൾ ജീവിച്ച് കാണുമ്പോൾ നമ്മൾ എഴുതി പഠിക്കാൻ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യില്ല. പക്ഷെ നമ്മൾ അവർക്കൊരു മാതൃകയായി കാണുമ്പോൾ അത് കണ്ടിട്ടാണ് ആ കുട്ടികൾ വളരേണ്ടത്. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം ഏറ്റവും നല്ല ഒരു കാര്യമാണ്. എല്ലാം ഇവിടെ കേട്ടവരൊക്കെ ആ ഒരു രീതിയിലും കൂടി ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നല്ലൊരു പ്രഭാഷണം കേട്ടത് വളരെ വളരെ സന്തോഷമാണ്. ഹൃദയത്തോട് ചേർത്ത് വെച്ച് നന്ദി, നമസ്കാരം. സത്യഭാമ. ഇന്നത്തെ കാലത്ത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ജനറേഷൻ, എനിക്ക് പണ്ട് അമ്മ പറയും, എൻ്റെ അമ്മ അവർ 8 പേരാണ്. അപ്പോൾ ഒരു ദിവസം ആരെങ്കിലും ഒരാൾ വൈകി എണീക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ രാവിലെ പാടത്തേക്ക് പോവും അമ്മമ്മയും അമ്മച്ചനും ഒക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ മാങ്ങയും ചക്കയൊക്കെ ഉള്ള കാലമാണെങ്കിൽ ഉച്ചവരെ ഈ ലേറ്റായിട്ട് എണീക്കുന്ന ആൾക്ക് വലിയ പ്രശ്നമില്ലാതെ വിശപ്പിന് എന്തെങ്കിലും വഴിയുണ്ടാവും. കാര്യം ഈ ആദ്യത്തെ 7 പേരും കഞ്ഞിയും പയറും സാധനങ്ങളൊക്കെ സെറ്റപ്പാക്കി കഴിഞ്ഞിട്ടുണ്ടാവും അത്രേ. അപ്പോൾ പിറ്റേ ദിവസം ആദ്യം എണീക്കുക ആരാന്ന് നിനക്കറിയോ ചോദിക്കും ചെറുപ്പത്തിൽ. അപ്പോൾ ഈ അന്ന് ലേറ്റായിട്ട് എണീറ്റ ആളായിരിക്കും ഇത്ര പിറ്റേ ദിവസം ആദ്യത്തെ കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവുക. കാര്യം എന്താ വെച്ചാൽ വിശന്ന് ഉച്ചവരെ ഇരുന്നിട്ട് ഉച്ചയ്ക്ക് പിന്നെ അമ്മമ്മ വന്നിട്ടേ എന്തെങ്കിലും അടുത്തത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും എനിക്ക് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പം പേരക്കുട്ടികൾ മടി കാണിക്കുമ്പോൾ അമ്മ ഈ കഥ പിന്നെയും പുറത്തെടുക്കും. അപ്പോൾ നമ്മളെ കുട്ടികൾ പറയും, അയ്യോ അമ്മമ്മ ഓൾഡ് സ്റ്റോറീസ് വീണ്ടും പറയാൻ തുടങ്ങി. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു പറഞ്ഞു കൊടുത്തിട്ടൊട്ടും കാര്യമില്ല എന്ന്. നമ്മൾ പഠിപ്പിക്കുന്നത് ബേസിക്കലി ഗ്രേഡ്സ് വാങ്ങിക്കാനും കോമ്പീറ്റ് ചെയ്യാനും തന്നെയല്ലേ, കോപ്പറേറ്റ് ചെയ്യാൻ, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ. ഞാൻ ഇന്നലെ ലാസ്റ്റായിട്ട് കണ്ട പേഷ്യൻ്റ്, സത്യം പറഞ്ഞാൽ എനിക്ക് രാത്രി വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഞാൻ ധൃതിയിലായിരുന്നു. പക്ഷേ ഒരു അച്ഛനും അമ്മയും മകനും വൈഫും ഉണ്ട്. അപ്പോൾ അമ്മയാണ് ഇൻഡെക്സ് പേഷ്യൻ്റായിട്ട് കൊണ്ടുവന്നത്. അമ്മയ്ക്ക് ഉറക്കമില്ല, ടെൻഷനാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മകൻ കാണിക്കാൻ വരുന്നത്. അപ്പോൾ പിന്നെ അമ്മ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഡോക്ടറെ ഒരു കാലത്ത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യാൻ റെഡിയായിരുന്ന, എല്ലാം ചെയ്തിരുന്ന ആളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ ഇന്നെ അവർക്കൊന്നും വേണ്ട, ഞാൻ അവർക്കൊരു ബാധ്യതയാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. ഈ ചിന്ത വരുമ്പം ഉറക്കം കുറയാണ്. അങ്ങനത്തെ കുറേ സങ്കടങ്ങളായിരുന്നു അമ്മയ്ക്ക് പറയാനുള്ളത്. അപ്പോൾ മകനെ കേട്ടപ്പോൾ, മകനും മരുമകളും ഒരുമിച്ചായിരുന്നത്. അപ്പോൾ മകൻ പറഞ്ഞു, പണ്ട് ഞങ്ങൾ കുട്ടികളാവുമ്പോൾ ഞങ്ങൾ ബഹളം വയ്ക്കുമ്പോൾ അമ്മ അപ്പം പറയും, നീ നിൻ്റെ കാര്യം നോക്ക്, നിനക്ക് നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ, നീ എന്തിനാ അവളെ കാര്യത്തിൽ ഇടപെടുന്നത്? സമയം വന്നപ്പോൾ ഞാൻ എൻ്റെ കാര്യം നോക്കി, പക്ഷെ ഇപ്പം അമ്മയ്ക്കത് പറ്റുന്നില്ല. അന്ന് അമ്മേനെയല്ലേ എന്നെ സ്വന്തം കാര്യം നോക്കാൻ പഠിപ്പിച്ചത്. അതേപോലെ അന്ന് അച്ഛൻ പുറത്ത് ജോലി ചെയ്യുന്ന, അച്ഛൻ ആന്ധ്രാപ്രദേശിൽ എവിടെയാണ് ഇത്ര വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ നാട്ടിൽ വരുമ്പോൾ സ്വീറ്റ്സ് കൊണ്ടുവരുമായിരുന്നു അത്രേ. അപ്പോൾ ഇവരിത് കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് ഇവർ 3 പേര് കഴിക്കാൻ തുറക്കുമ്പോഴാണ് തൊട്ടടുത്ത വീട്ടിലുള്ള കുട്ടികൾ കളിക്കാൻ വരിക. അപ്പോൾ അമ്മ പറയും, അടച്ചു വെക്കി, അവർക്ക് കൂടി കൊടുത്താൽ തികയിൽ അടുത്ത് വെച്ച് അവർ പോയിട്ട് എടുത്താൽ മതി എന്ന് അമ്മ പറയുമായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ വൈഫിന് അത്രയോ ആഗ്രഹപ്പെട്ടിട്ട് ഉള്ള പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് ഒരു ഡയമണ്ട് നെക്ലേസ് വാങ്ങിക്കുമ്പോൾ അത് അമ്മ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കുടുങ്ങിയില്ല, എനിക്ക് 2 എണ്ണം വാങ്ങിക്കാൻ കപ്പാസിറ്റി ഇല്ല ഡോക്ടറെ. അപ്പം അമ്മേനെ കാണിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു അവളോട്. അതിലെന്താ തെറ്റ്? അപ്പോൾ ഈ ടാങ്കിലുള്ളതേ പൈപ്പിലൂടെ വരൂ എന്ന് പറയുന്നത് പോലെ, കൊടുത്താൽ കൊച്ചിയിൽ കിട്ടും എന്ന് പറയുന്നത് പോലെ, നമുക്ക് ചിലപ്പോൾ സെൽഫ് സെൻറ്റേർഡായി നുണകളൊക്കെ പറഞ്ഞ് ജീവിക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ നമ്മുടെ ചുറ്റിനും നമ്മളെ ശ്രദ്ധിച്ചും കൊണ്ട് ആൾക്കാരില്ല എന്നെങ്കിലും ഉറപ്പാക്കേണ്ടി വരും എന്ന് തോന്നുന്നു. കാര്യം അവർ കണ്ട് പഠിക്കുന്ന ജനറേഷനാണ്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് കേട്ട് പഠിക്കുന്ന ജനറേഷൻ ആവില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഉപദേശിക്കുന്നവർ അവർക്കൊക്കെ കുറച്ചൊരു പുച്ഛാണെന്നാണ് എനിക്ക് പുതിയ കുട്ടികളെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. പിന്നെ ഈ കുറേ നാഷണൽ ഇൻ്റർനാഷണൽ ഈ കോൺഫറൻസുകളൊക്കെ നിങ്ങളുടെ ഈ അക്കാഡമിക് സർക്കിളിൽ കുറേ കുറേ പുതിയ കാഴ്ചപ്പാടുകളൊക്കെ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. അതിനെങ്ങനെയാണ് നമ്മുടെ ഈ നിങ്ങളുടെ ഈ ഫെറ്റേണിറ്റി, സൈക്യാട്രിക് ഫെറ്റേണിറ്റിയിൽ എങ്ങനെയാണ് കൃഷ്ണകുമാർ സാറിൻ്റെ ഈ പേപ്പറുകളെ അതിനെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ വായിച്ചിട്ടുള്ള പേപ്പറുകളിൽ നിന്നും പ്രസൻറ്റേഷൻസ് ഒന്നും എനിക്ക് മനസ്സിലായത് സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ള, ഏറ്റവും സിമ്പിളായ
കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ലാതെ കാര്യങ്ങളെ നോക്കിക്കാണാൻ പറ്റിയാൽ ജനങ്ങൾക്ക് ഉപകാരം വരുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ലെവലിൽ ജനങ്ങളിലേക്ക് എത്തി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ വിഷനാണ് ഇൻക്ലൂഡിങ് ഡിസബിലിറ്റി സ്ക്രീനിങ്ങിലാണെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഇവാലുവേഷനിലാണെങ്കിലും ഒരുപാട് പ്രോജക്റ്റുകൾ ഉണ്ടായിട്ടുള്ളത്. അത് സൈക്യാട്രി പാർലറിൽ എത്രമാത്രം ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ പീഡിയാട്രിക്സ് പാർലറിൽ ഡെഫിനറ്റ്ലി ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ കുറേ പോസിറ്റീവ് കാര്യങ്ങൾ സൈക്യാട്രിയിലും പീഡിയാട്രിക്സിലും എസ്പെഷ്യലി ചൈൽഡ് ആൻഡ് അഡോളസെൻറ്റ് പോപ്പുലേഷനിലും. ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് തുടങ്ങിയിട്ട് കഷ്ടി 15 കൊല്ലം ആയിട്ടേ ഉള്ളൂ. ഈ 15 കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ ഇപ്പോഴും നമ്മളൊക്കെ കാണുന്ന കുട്ടികളും കൗമാരക്കാരും ഒരിക്കലെങ്കിലും ഇംഹാൻസിലോ അല്ലെങ്കിൽ സാറിൻ്റെ ടീമിനെയോ കണ്ടിട്ടില്ലാത്ത ആളുകൾ കുറവാണെന്ന് പറയാം. അപ്പോൾ അത്രയും ജനങ്ങളിലേക്ക് സിമ്പിളായിട്ട് എത്താൻ പറ്റുന്ന ഇന്നോവേഷൻസ് ഒരുപാട് ശ്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഞാനൊരു ടീച്ചറാണ്, ഹയർ സെക്കൻഡറി ടീച്ചറാണ്. അപ്പം മാഡത്തിൻ്റെ കമ്പാഷൻ എന്നുള്ളത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ഇറ്റ് വാസ് വെരി നൈസ്. പക്ഷെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഈ ഒരു +2 ലെവലിലുള്ള കുട്ടികളിൽ നമ്മൾ കാണുന്ന ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ മോസ്റ്റ് ഓഫ് ദെം ആർ ആക്ച്വലി എന്താ പറയുക, ഈ കമ്പാഷനും എല്ലാ വാല്യൂസ് ഉള്ള കുട്ടികൾ തന്നെയാണ്. പക്ഷേ ചിലർക്കത് ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ഈ ക്ലബ് ആക്ടിവിറ്റീസിലൂടെ അവർക്കത് ഇൻകൾക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് പ്രോബ്ലം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് നോക്കുമ്പം പാരൻസിനെ ഡീൽ ചെയ്യാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. കാരണം കുട്ടികൾ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മൾ അതിൻ്റെ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് പോകുമ്പം കാണുന്നത് ഇറ്റ് ഈസ് ഫ്രം ദ പാരൻസ്, ദ വേ ദേ ആർ ബ്രോട്ട് അപ്പ് ഈ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പാരൻസിന് വി കാൺ കറക്റ്റ് ഓൺലി സം എക്സ്റ്റെൻറ്റ് ഓൺലി വി ക്യാൻ കറക്റ്റ്. അപ്പോൾ ഇത് ഞങ്ങൾക്കൊരു വലിയ ഇഷ്യൂ ആണ്. സോ ഡു യു ഹാവ് എനി ടിപ്സ്? നമ്മൾ പ്രാക്ടിക്കലി കുട്ടികളെയും പാരൻസിനെയും കാണുമ്പോൾ പലപ്പോഴും യൂസ് ചെയ്യുന്നൊരു പഴഞ്ചൊല്ലാണ് മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല. പക്ഷേ മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല എന്ന് മാത്രമല്ല നമ്മൾ പറയുക, വെറൈറ്റി മത്തൻസാണ് പിന്നെ ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് എക്സാക്റ്റായിട്ട് സെയിം മത്തൻസ് അല്ല ഉണ്ടാവുന്നത്, പല തരത്തിലുള്ള വെറൈറ്റി മത്തൻസാണ് ഉണ്ടാവുക. പക്ഷെ അത് കുമ്പളങ്ങളാവില്ല. അപ്പോൾ കുറേ ബിഹേവിയേഴ്സ് ഇപ്പം ഞാൻ കുറേ സൈക്കോളജി പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തുന്നത് ഞാൻ എന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കായിരിക്കും, ആസ് എ പേഴ്സൺ ഞാൻ എങ്ങനെയെന്നുള്ള നിലയ്ക്കായിരിക്കും. അപ്പോൾ എൻ്റെ കുറേ പ്രശ്നങ്ങൾ ആക്ച്വലി എൻ്റെ കുട്ടികൾക്കും ഉണ്ടാവുമല്ലോ, ഞാൻ വളർത്തിയ രീതിയിൽ വരുമല്ലോ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എനിക്ക് തെറ്റിയെന്ന് തോന്നിയാൽ ഞാനത് അൺലേൺ ചെയ്ത് പുതുത് റീലേൺ ചെയ്യാനുള്ള മനസ്സെനിക്കുണ്ടായാൽ മതി. അത് കമ്പാഷൻ എൻ്റെ കുഞ്ഞിന് ഞാൻ കാണിച്ചു കൊടുക്കുന്ന വേറൊരു സ്റ്റെപ്പാണ്. അമ്മ വാസ് റോങ്. ഇപ്പോഴും അതെ, അച്ഛനുണ്ട് ഇവിടെ എവിടെയോ. പിന്നെ എവിടെയെങ്കിലും തെറ്റിയാൽ പറ്റിപ്പോയി എന്ന് തോന്നിയാൽ എപ്പോളജൈസ് ചെയ്യാൻ ചെല്ലും ഞാനും ഹസ്ബൻഡും. അപ്പോൾ രണ്ടുപേരും പറയും എപ്പോളജൈസ് ചെയ്യാൻ വരുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. കാര്യം നമുക്ക് തെറ്റി പറ്റിപ്പോയി എന്ന് തോന്നിയാൽ അൺലേൺ ആൻഡ് റീലേൺ എന്ന് പാരൻറ്റിനോട് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗിൽട്ട് അവരിൽ ഉണ്ടാക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന്. കാര്യം ഒരു പാരൻറ്റും അവരെ കുഞ്ഞിന് ദോഷം വരണമെന്ന് പർപ്പസ്ഫുള്ളി വിചാരിച്ചൊരു കാര്യം ചെയ്യില്ലല്ലോ. ചിലപ്പോൾ അവരുടെ രീതി അങ്ങനെയായിട്ടായിരിക്കാം. അപ്പോൾ അൺലേൺ ആൻഡ് റീലേൺ എന്നൊരു മെസ്സേജ് നമുക്ക് അവർക്ക് കൊടുക്കാമെന്ന് തോന്നുന്നു. ഈ സമൂഹത്തിൽ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയത്ത് ചില ആളുകളിൽ നമുക്ക് ഈ കമ്പാഷൻ എന്നുള്ള ക്യാരക്ടർ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. അത് ഈ ജെനറ്റിക്കലാണോ അല്ലെങ്കിൽ ഇത് നമ്മൾ വളർത്തിയെടുത്ത് ഉണ്ടാക്കുന്നതാണോ എന്നുള്ളത്? ജനനത്തിൽ നമുക്ക് കിട്ടുന്ന പ്രകൃതം, പേഴ്സണാലിറ്റി, ഇതൊക്കെ നമ്മുടെ ചിന്തേനെയും പെരുമാറ്റത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ഇൻപുട്ട്, ഇത് കഴിഞ്ഞ് നമ്മൾ നേരിടുമ്പോൾ ആളുകളായിട്ട് ഇടപഴകുമ്പോൾ വരുന്ന സൊസൈറ്റൽ ഇൻ്റർഫേസിൽ നിന്ന് ലേൺ ചെയ്യുന്ന എക്സ്പീരിയൻസുകൾ, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇത് ഫൈനലായി വരുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ ചിലരുടെ ബിഹേവിയർ അത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അത്ര ഹെൽത്തി അല്ലാതെ നമുക്ക് കാണേണ്ടി വരാം. അവരെയും കമ്പാഷനേറ്റായിട്ട് എംപത്തൈസ് ചെയ്യണം എന്ന് തന്നെയാണ് സൈക്കോളജിയുടെ വാദമുഖം. ചിലപ്പം നല്ല നാടൻ ഭാഷയിൽ 2 ചീത്ത വിളിക്കാനൊക്കെ തോന്നുകയാണെങ്കിൽ അവിടെ നമ്മളെ മനസ്സിനെ നിയന്ത്രണ പരിധിയിലാക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മളാകും വിവേക ബുദ്ധി കൂടുതലുള്ള ആൾ എന്ന് വരുമെന്ന് തോന്നുന്നു. ഇനി
ഗീത മാഡത്തിന് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. At the outset, I'd like to thank the Zarina Trust for this great honor bestowed on Dr. Krishna Kumar and Dr. Varsha for beautifully presenting the topic today. So, definitely I feel that Krishna Kumar left the world a better place than it was, but that was not due to what he could do only by himself. So it was due to all the encouragement from his teachers, peers, and all the support from the Department of Pediatrics, where incidentally he was able to go for 10 whole years and sign the attendance register and walk away to IMHANS without a question ever being raised. So that is something he always liked to point out. So they never asked him to do any duty, see any patients, take any classes until or unless he wanted to. He was just given complete freedom to sign the attendance register in pediatrics and go and work in IMHANS. So also in Prashanti School, the association with Dr. Ramakrishnan Pala, Dr. Sri Kumar and others made it crystal clear to him that early intervention really works wonders, and how the individualized education program would be so useful to slow learners. And there are so many others, and in IMHANS it was like a family, and whatever he did at IMHANS was able to do was only because of the wholehearted support given to him by all his colleagues, staff, co-workers and the like. So, and I would like to end with a small anecdote. So, we used to have rats sometimes at home, and we used to catch these rats in a rat trap, and they would be let out on the way to college, okay, or IMHANS. The driver used to let the rats out, but sometimes we would forget in the morning and be able to let them out only by evening. So he would feel that, oh, these poor rats, they are so thirsty, and he would give the rats water to drink. So that is an anecdote that I would like to share, and there are so many others which can wait for later. So once again, I would like to compliment the Zarina Trust for taking the memory of Professor Zarina forward in such a beautiful way, and once again for the honor you have shown Krishna Kumar this evening. Thank you all. അക്ഷയുടെ 2 വാക്ക് പറയാൻ ക്ഷണിക്കുകയാണ്. First of all, thank you, Dr. Varsha, Dr. Ramakrishnan sir. വളരെ ഉള്ളിൽ തട്ടുന്ന വാക്കുകളായിരുന്നു പറഞ്ഞത്. പിന്നെ ഇതുപോലത്തെ ഒത്തുകൂടലുകൾ, പല ഇവൻറ്റ്സ്, ഇതിൽ പപ്പേൻ്റെ ഓർമ്മകളിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴും പപ്പ ഇല്ലയെന്ന് ആ ഒരു റിയാലിറ്റിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വളരെ സഹായമാവുന്നുണ്ട് ഇതൊക്കെ. പിന്നെ കമ്പാഷൻ, കാരുണ്യം എന്ന് പറയുമ്പോൾ പപ്പേൻ്റെ എനിക്ക് തോന്നുന്നു പപ്പേൻ്റെ പേഴ്സണൽ എത്തിക്സിൽ വളരെ പപ്പേൻ്റെ പ്രിൻസിപ്പിൾസിൽ വളരെ ഒരു ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു കാര്യമാണ് അത്. എനിക്ക് തോന്നുന്നൊരു ഒരു ഡിഫോൾട്ട് നേച്ചറായിരുന്നു പപ്പേൻ്റെത്. മറ്റുള്ളവരുടെ ഷൂസെന്ന് സിറ്റുവേഷനെ കാണുക, അവരെന്തായിരിക്കും വിചാരിക്കുന്നതെന്ന് ആലോചിക്കുക. അങ്ങനെ എപ്പോഴും പപ്പ അങ്ങനെ പറയാറില്ല, പക്ഷേ പപ്പേൻ്റെ ആക്ഷൻസൊന്നും വീട്ടിൽ സംസാരിക്കുമ്പോൾ എന്നൊക്കെ അങ്ങനെ മനസ്സിലാവും ഞങ്ങൾക്ക്. അപ്പോൾ ആ പേഴ്സണൽ ലൈഫിലുള്ള പ്രിൻസിപ്പിൾസ് ഇതുപോലെ കോവർക്കേഴ്സ്, കൊളീഗ്സിൻ്റെ സ്റ്റോറീസ് എന്ന് മനസ്സിലാവുന്നത് ആ പ്രിൻസിപ്പിൾസ് അതേപോലെ പപ്പയ്ക്ക് പബ്ലിക് സ്ഫിയറിലേക്കും കൊണ്ടുപോകാൻ പറ്റി എന്നാണ്. അതൊരു വലിയ കാര്യമാണെന്ന് കരുതുന്നു. പിന്നെ പറയാൻ കുറേ കാര്യങ്ങളുണ്ട് പപ്പേനെ പറ്റി. ഇത്രയും പറഞ്ഞ് താങ്ക് യു ടു സെറീന ട്രസ്റ്റ് ഫോർ ഇങ്ങനൊരു ഇവൻറ്റ് സംഘടിപ്പിച്ചതിന്. നമ്മുടെ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് ഡോക്ടർ പത്മിനി ടീച്ചറെ ഞാൻ ക്ഷണിക്കുകയാണ്.
നമസ്കാരം. സത്യത്തിൽ എല്ലാം കഴിഞ്ഞപ്പോഴേ സംസാരിക്കാനുള്ളൊരു മൂഡിലല്ല, ഒരു അറിയാത്ത ഒരു വിഷാദത്തിൻ്റെ നിഴലിലാണ്. നമ്മൾ ഈ ലോകത്ത് ഒരുപാട് കാലം ഉണ്ടായിരിക്കണം എന്നാഗ്രഹിക്കുന്ന ചിലർ അസമയത്ത് പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമാവുക എന്നത് ശരിക്കും സങ്കടപ്പെടുത്തുന്നൊരു അനുഭവമാണ്. മരണത്തിൻ്റെ രംഗബോധമില്ലായ്മ, കെടുത്തിക്കളഞ്ഞ ഒരു കർമ്മസൂര്യൻ്റെ ഓർമ്മയ്ക്ക് മുന്നിലാണ് ഇപ്പോഴ് നമ്മളിങ്ങനെ സങ്കടം നിറഞ്ഞുന്ന മനസ്സോടെ ഇരിക്കുന്നത് എന്നെനിക്കറിയാം. നന്ദി പറയേണ്ടത് ആദ്യം ജീവിതത്തെ കർമ്മമേഖലയോട് ബന്ധിപ്പിച്ചിട്ട് ഇവിടെ കേട്ടതുപോലെ കാരുണ്യം നിറച്ച ഡോക്ടർ കൃഷ്ണദാസിനോട് തന്നെയാണ്, കൃഷ്ണകുമാറിനോട് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, മനസ്സ് ശരിയല്ലാത്തത് കൊണ്ട് വാക്കൊക്കെ മാറിപ്പോവും. ആരായിരുന്നു ഡോക്ടർ കൃഷ്ണകുമാർ? അദ്ദേഹത്തിൻ്റെ മരണ ദിവസമാണ് ശരിക്കും ഞാൻ കൃഷ്ണകുമാറിനെ അറിഞ്ഞത്. അതിനു മുമ്പ്, സോറി ഞാൻ ഇത്തിരി നീണ്ടുപോയൊരു ക്ഷമിക്കണം, നന്ദി പ്രകടനം മാത്രമാണെന്ന് അറിയാൻ, പറയാതെ വയ്യാത്തത് കൊണ്ടാണ്. അതിനു മുമ്പ് വളരെ സൗമ്യമായി ചിരിക്കുന്ന, അല്പം മാത്രം സംസാരിച്ചിട്ടുള്ള, നൈർമല്യത്തിൻ്റെ ഒരു സ്വരൂപം പോലെ മുന്നിൽ നിന്ന ഒരു ഡോക്ടറായിരുന്നു എനിക്ക് കൃഷ്ണകുമാർ. ഞാനും ഭർത്താവും ഒരു യാത്ര ചെയ്യുമ്പോഴാണ് ഡോക്ടർ കൃഷ്ണകുമാറിൻ്റെ മരണ വാർത്ത കേട്ടത്. ആ നിമിഷം മുതൽ 2-3 മണിക്കൂർ നീണ്ട യാത്രയിലുടനീളം എൻ്റെ ഭർത്താവ് എന്നോട് കൃഷ്ണകുമാറിനെ പറ്റി സംസാരിച്ചു കൊണ്ടേയിരുന്നു. അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, ഇപ്പോൾ രാമകൃഷ്ണൻ സാറ് പറഞ്ഞല്ലോ, അതിനു മുമ്പുള്ളൊരു കഥ, അവിടെയല്ല തുടങ്ങിയത്. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തെ കഥയിലാണ് അദ്ദേഹം അത് തുടങ്ങിയത്, എൻ്റെ ഭർത്താവ് തുടങ്ങിയത്. ഡോക്ടർ രാമകൃഷ്ണൻ പാലാട്ടിയോട് സൂചിപ്പിച്ചു, കുട്ടിയായിരുന്നപ്പോൾ MSc ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ ആദിവാസികളുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാനിറങ്ങിയ ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച്. അതേ കഥ മറ്റൊരർത്ഥത്തിൽ മെഡിക്കൽ കോളേജിലെ 2ാം വർഷമോ മറ്റോ 1ാം വർഷമോ 2ാം വർഷമോ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അന്നത്തെ ക്ഷുഭിത യൗവനങ്ങളുടെ കൂടെ അല്പം സാറ് സൂചിപ്പിച്ച പോലെ തീവ്രാശയങ്ങളിൽ പെട്ടുപോയെന്ന് പറഞ്ഞുകൂടാ, തീവ്രാശയങ്ങൾ കൊണ്ടു നടന്ന യുവതയുടെ കൂടെ സമരങ്ങൾ മുന്നിട്ട് നയിച്ച കൃഷ്ണകുമാർ എന്നൊരു ഡോക്ടറെ പറ്റി ഞാൻ എപ്പോഴും കേട്ടു. കുതിരവട്ടം ചിത്തരോഗാസ്പത്രിയിലെ കാരുണ്യം നിറഞ്ഞ അന്തരീക്ഷത്തിനെതിരെ പ്രതികരിച്ചപ്പോൾ ആ സമരമുറയിൽ മെഡിക്കൽ വിദ്യാഭ്യാസം സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കാൻ തുടങ്ങിയപ്പോൾ അതിന് പ്രതികരിച്ച ആ സമരമുഖത്ത് ഒക്കെ കൃഷ്ണകുമാർ എന്ന ചെറുപ്പക്കാരൻ വിദ്യാർത്ഥി മുൻനിരയിലുണ്ടായിരുന്നു. മുദ്രാവാക്യം വിളിച്ചുകൊണ്ടല്ല, നിശബ്ദമായി തൻ്റെ സാന്നിധ്യം ഒരു പ്രാർത്ഥന പോലെ അറിയിച്ചുകൊണ്ട്. സാറ് പറഞ്ഞിടത്താണ് തുടങ്ങേണ്ടത്. കാരുണ്യമെന്നത് പിന്നീട് നമ്മൾ ഒരു ആഭരണം പോലെ എടുത്തെറിയുന്ന ഒന്നല്ല, അത് കുട്ടിക്കാലത്തെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, കൃഷ്ണകുമാറിൻ്റെ അമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്ന്. ഞാനൊരു ചെറിയ കഥ ഓർക്കുകയാണ്, കഥയല്ല, ഒരു സംഭവം. ഒരു മഴ ദിവസം, ക്ഷമിക്കണേ ഞാനിങ്ങനെ നീട്ടുന്നതിൽ നന്ദി പ്രകടനം, എന്നാലും ഒരു മഴ ദിവസം കോളേജിലേക്ക് 10-25 വർഷം മുമ്പാണ്, മഴ പെയ്ത് തോർന്ന ഒരു ദിവസം ഞാൻ കോളേജിൽ ഒരു ഇടവഴിയിലുള്ള ആർട്സ് കോളേജിൽ ഇടവഴിയിലൂടെ പോകുമ്പോൾ ഒരു 5 വയസ്സുള്ള കുട്ടി ഇത്തിരി പോന്ന ഒരു ചെറിയ വെള്ളക്കെട്ടിൽ ഒരു പൂച്ചക്കുട്ടി ഇങ്ങനെ മുക്കിപ്പിടിക്കുന്നു. അതിങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ കയ്യിൽ. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി ആ കാഴ്ച കണ്ടിട്ട്. ഞാൻ അവനെ വിളിച്ച്, മോനെ നീ അത് ചത്തുപോവില്ലേ എന്ന് ചോദിച്ചു. അവന് അമ്പരന്ന് വലിയ നിഷ്കളങ്കമായ കണ്ണുകളെ എന്നോട് നോക്കി പറഞ്ഞു, അത് ചത്തുപോവാനാണ് പിടിക്കുന്നത്, അമ്മ പറഞ്ഞിട്ടാണ് എന്ന്. എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്തൊരു നിമിഷമാണത്. ആ കുട്ടിക്ക് ഇപ്പോഴൊരു 35 വയസ്സായിട്ടുണ്ടാവും. എനിക്കറിഞ്ഞുകൂടാ അവൻ എന്തായിത്തീർന്നു എന്നത്. പക്ഷെ ഞാൻ വിചാരിക്കാറുണ്ട്, ഇപ്പോൾ കേൾക്കുന്ന ചെറുപ്പക്കാരുടെ പല ദുരിതകഥകളിലും ഇങ്ങനെ വളർന്ന
കുട്ടികളാണ് പെട്ടുപോകുന്നത്, അവരാണ് അതിലെ കഥാപാത്രങ്ങളാവുന്നത് എന്നെനിക്ക് തോന്നാറുണ്ട്. എന്തായാലും കൃഷ്ണകുമാർ അന്ന് ആർജിച്ചെടുത്ത അന്നേ ഉള്ളിലുള്ള ഒരു കെടാത്ത തീയ്, അതിൻ്റെ സ്പാർക്ക്, അത് പലരിലും കെട്ടുപോയ, അന്നത്തെ കൂട്ടിൽ പലരും കെട്ടുപോയി എന്ന് എനിക്കറിയാം. എൻ്റെ മുന്നിലുണ്ടായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതിൽ ചിലരൊക്കെ. അവരെ കരിക്കട്ടകളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കൃഷ്ണകുമാർ അത് ആളിക്കത്തിച്ചില്ല പിന്നീട്. പക്ഷേ ആ ഡോക്ടറുടെ ഉള്ളിൽ ഒടുക്കം വരെ, അത് അവസാനം വരെ അത് തിളങ്ങി നിന്നു. തൻ്റെ കർമ്മമണ്ഡലത്തെ മുഴുവൻ പ്രശോഭിപ്പിച്ചുകൊണ്ടത് തിളങ്ങി നിന്നു എന്നത് ഉറപ്പാണ്. ആ ഉറപ്പാണ് ഇന്ന് ഈ സദസ്സ് കൃഷ്ണകുമാറിനെ ഇങ്ങനെ ആദരിക്കുമ്പോൾ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നവരായിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്നതിൻ്റെ സാരം എന്ന് ഞാൻ കരുതുന്നു. ഇംഹാൻസ് എന്നൊരു സ്ഥാപനത്തിൽ നിന്നാണ് പടിയിറങ്ങിയില്ല, പടിയിറങ്ങാൻ അനുവദിക്കപ്പെട്ടില്ല. പക്ഷേ ജനിച്ചയിടത്ത് തന്നെ ബാലാരിഷ്ടതകളിൽപ്പെട്ട് വളരെ കാലം നിലനിന്ന ആ ഒരു പ്രസ്ഥാനത്തെ മാനം മുട്ടെ വളർന്ന ഒരു വൻ സംരംഭമായി വളർത്തിയെടുത്തത് കൃഷ്ണകുമാർ എന്ന ആ ചെറിയ ഡോക്ടറുടെ വലിയ സാന്നിധ്യമാണ്, കഴിവാണ് എന്ന് നമുക്കറിയാം. എന്താണ് സത്യത്തിൽ വിപ്ലവം എന്ന് നമ്മൾ ആലോചിച്ചു പോകും. മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കലല്ല, മൈക്കിന് നിന്നിൽ നിന്ന് ഗംഭീരമായി പ്രസംഗിക്കലും അലറലുമല്ല, മറ്റുള്ളവരുടെ കരണത്തടിക്കലല്ല. വിപ്ലവം എന്നത് നിഷ്കാമമായി, സത്യസന്ധമായി, ഊർജ്ജസ്വലമായി, സക്രിയമായി ചെയ്യുന്ന, പ്രതിഫലമിച്ഛിക്കാത്ത പ്രവൃത്തിയിലൂടെ ഫലവത്താവുന്ന ഒന്നാണ് എന്ന് കൃഷ്ണകുമാർ തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. അതാണ് നമ്മളുടെ പാഠം. നമ്മളുടെ മുന്നിലുള്ള വിപ്ലവങ്ങളല്ല വിപ്ലവങ്ങളെന്നും അത് നിശബ്ദമായൊരു പ്രാർത്ഥന പോലെയാണ് എന്നും ആണ് കൃഷ്ണകുമാർ തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ഞാനിവിടെയുണ്ട് എന്ന് വേദികളിലേക്ക് വന്നതേയില്ല. ഒരിടത്തും നമ്മൾ അങ്ങനെ ഇതാണ് ഞാൻ എന്ന് പറയുന്ന ഒരു കൃഷ്ണകുമാർ ഡോക്ടറെ കണ്ടിട്ടില്ല. അരങ്ങിന് പുറത്തായിരുന്നു, തിരശ്ശീലക്കപ്പുറമായിരുന്നു അദ്ദേഹത്തിൻ്റെ നില. അതുകൊണ്ട് എനിക്കറിഞ്ഞുകൂടാ ഈ അംഗീകാരങ്ങളൊന്നും അദ്ദേഹത്തെ എത്രമാത്രം തേടി വന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. പത്മഭൂഷണോ പത്മശ്രീയോ ഒക്കെ നേടിയെടുക്കാനുള്ള ഹോംവർക്കിലൊന്നും കൃഷ്ണകുമാർ വ്യാപൃതനായിരുന്നില്ല എന്നുറപ്പ്. ഇല്ലെങ്കിൽ ഒരു പത്മശ്രീ കിട്ടേണ്ട കോഴിക്കോട്ടെ സാന്നിധ്യമായിരുന്നു തീർച്ചയായും ആ ഡോക്ടർ. കൃഷ്ണകുമാറിനെ അനുസ്മരിക്കുമ്പോൾ ഇവിടെ ഡോക്ടർ വർഷ അവതരിപ്പിച്ച കാരുണ്യത്തിൻ്റെ ജീവിതപാഠങ്ങൾ പോലെ ഉചിതമായ ഒരു വിഷയം ഉണ്ടാവില്ല എന്നെനിക്കുറപ്പാണ്. എന്താണ് കാരുണ്യമെന്നത്? നമ്മുടെ ഉള്ളിലൊക്കെ കാരുണ്യം ഉണ്ടാവും, പക്ഷേ അതിങ്ങനെ പുറത്തേക്കൊഴുകാത്ത കെട്ടിക്കിടക്കുന്ന ഒരു തളം പോലെയാണ്. അത് ഉണ്ടവിടെ. നമ്മൾ ചില മനുഷ്യരോടോ ചുറ്റുമുള്ള ചിലതിനോടോ ജീവികളോടോ ഒരു പൂമ്പാറ്റയോടോ പൂവിനോടോ ഒരു എട്ടുകാലിയോടോ ഒക്കെ അത് കാണിച്ചെന്നിരിക്കും. പക്ഷേ കർമ്മമണ്ഡലത്തിലേക്ക് അതിനെ സക്രിയമായി തീർക്കാൻ, പ്രതിസ്ഫലിപ്പിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ് നമ്മുടെ സങ്കടം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കാരുണ്യമുള്ളവരാണെന്ന് ഉറപ്പെനിക്കുണ്ട്. കാരണം അതുകൊണ്ട് മാത്രമാണ്, കാരുണ്യം മനസ്സിലുള്ളത് കൊണ്ടാണ് കൃഷ്ണകുമാറിൻ്റെ അനുസ്മരണത്തിന് അവർക്ക് വരാൻ തോന്നുന്നത്. പക്ഷേ നമ്മളിൽ പലർക്കും ആ കാരുണ്യത്തിനെ ചാലുകീറിക്കൊണ്ടുപോകാനുള്ള എന്തോ ഒന്ന് ഇല്ല എന്നതാണ് സത്യം. ഡോക്ടർ വർഷ മനോഹരമായി, ലളിതമായി, സൗമ്യമായി കൃഷ്ണകുമാറിനെ അനുസ്മരിക്കുന്നതോടൊപ്പം തന്നെ കാരുണ്യത്തിൻ്റെ ആ ഒരു ഉറവയെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒന്ന് തൊട്ടിട്ടുണ്ട്. അതിന് ഒരു കുമിളയുണ്ടായിട്ടുണ്ട് എന്നെനിക്ക് ഉറപ്പാണ്. അത് പലപ്പോഴും വറ്റിപ്പോയിട്ടുണ്ടാവും. പുറത്തേക്ക് നോക്കുമ്പോൾ, സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ വറ്റിപ്പോവാനാണിട. നേരത്തെ പറഞ്ഞില്ലേ, കണ്ണു തുറന്നു വെച്ച് പോയാൽ നമ്മളിൽ ഉള്ള മനുഷ്യത്വം കൂടി കെട്ടുപോകുന്ന ഒരു ചീത്തക്കാലത്താണ്
നമ്മൾ വാസ്തവത്തിൽ ജീവിക്കുന്നത്. കണ്ണടച്ചു വയ്ക്കുന്നതാണ് നമ്മളിലുള്ള മനുഷ്യത്വം അങ്ങനെ തന്നെ നിലനിൽക്കാൻ സഹായിക്കുക എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ കാരുണ്യം എന്നത് മനുഷ്യത്വത്തോട് മാത്രം ചേർത്ത് വെക്കേണ്ട ഒരു വാക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 2 ദിവസം മുമ്പ് ഡോക്ടർ പാലാട്ട് സാറ് എനിക്കൊരു പുസ്തകം തന്നു. ഒറ്റ ഇരിപ്പിന് ഞാനത് വായിച്ചു. ആ ഇരിപ്പിൽ കുറേ നേരം ഞാൻ ഇരുന്നു പോയി. എനിക്ക് എഴുന്നേറ്റാൻ പറ്റിയില്ല. അത് സാറ് വളർത്തിയ ഒരു നായയെക്കുറിച്ചാണ്, കണ്ണൻ. അതിൻ്റെ മരണം സാറിലുണ്ടാക്കിയ ഒരാഘാതത്തെക്കുറിച്ചാണ്. കുട്ടികളെല്ലാം മരിച്ചുപോയത് മാസ്റ്ററെ, കുട്ടികളൊന്നുമല്ല, ഒരു നായയാണ്. നമ്മുടെ കൺമുന്നിൽ വെച്ച് നാം വളർത്തിയ എത്രയോ മൃഗങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. അല്പനേരത്തേക്ക് നമ്മൾ ആ സങ്കടം അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ ധാരാളം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് അല്പനേരത്തേക്കാണ്, വർഷങ്ങളോളം അത് നീണ്ടു നിൽക്കാറില്ല. അത്രയേ ഉള്ളൂ നമ്മുടെ കാരുണ്യത്തിൻ്റെ പൊടിപ്പുകൾക്ക് നില. അത്രയേ ഉള്ളൂ നാം അതിനെ വളർത്തിയെടുക്കുന്നത്. ഏതായാലും സെറീന ട്രസ്റ്റിൻ്റെ വലിയ നന്ദി ഡോക്ടർ വർഷയ്ക്ക്. ഇത്ര ഭംഗിയായിട്ട് ഇവിടെ പറഞ്ഞ ചില അഭിപ്രായങ്ങളിൽ നിന്ന് കേട്ടല്ലോ, അത്ര ഭംഗിയായിട്ട് കാരുണ്യത്തെക്കുറിച്ച് സംസാരിച്ചൊരു സൈക്കോളജിസ്റ്റിൻ്റെ രീതിയിൽ, സൈക്യാട്രിസ്റ്റിൻ്റെ രീതിയിൽ പറയാറുണ്ട്, ഈ 1-2 വറ്റ് കയ്യിൽ തടയാൻ ഒരു കുടം 100 കുടം വെള്ളത്തിൽ മുങ്ങേണ്ടി വരുന്ന അവസ്ഥ നമുക്ക് തരുന്ന പ്രഭാഷണ വേദികളാണ് പലപ്പോഴും ഇപ്പോഴും സംഭവിക്കുന്നത്. സെറീന ട്രസ്റ്റിൻ്റെ പ്രഭാഷണങ്ങൾ ഈ വേദിയിൽ നടക്കുന്നത് അങ്ങനെയല്ല. കാതലില്ലാത്തൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. കാതലുള്ളത് മാത്രമേ ഇവിടെ നിന്ന് കേട്ടിട്ടുള്ളൂ. കഴിഞ്ഞു പോകുമ്പോഴേ കുറേ നേരത്തേക്ക് ആലോചിക്കാനുള്ള വിഷയങ്ങൾ, മനസ്സ് നിറക്കുന്ന വിഷയങ്ങൾ മാഷ് കണ്ടെത്തുന്നുണ്ട്, ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അത് സെറീന ട്രസ്റ്റിനോട് എനിക്കുള്ള നന്ദിയാണ്. ഇനി പറയുന്നത് സെറീന ട്രസ്റ്റിന്, ഇപ്പം ഞാൻ പറയേണ്ടത് സെറീന ട്രസ്റ്റിനുള്ള നന്ദിയാണ്. സെറീന ട്രസ്റ്റിക്ക് മറ്റുള്ളവരോടുള്ള നന്ദിയാണ്. ആ നന്ദി ഡോക്ടർ വർഷയോടും ഇവിടെ എത്തിയ എല്ലാ സദസ്യരോടും. സദസ്സാണല്ലോ ഒരു സംഭവത്തെ, ഒരു പ്രഭാഷണത്തെ പൂർണ്ണമാക്കുന്നത്. ഇത് നിറഞ്ഞ സദസ്സാണ്. ഇത് മാത്രമല്ല, ഈ ട്രസ്റ്റ് നടത്തുന്ന എല്ലാം നിറഞ്ഞ സദസ്സിലാണ്. ഇനിയും നിങ്ങൾ വരുമെന്ന് എനിക്കറിയാം. സുധാകരൻ സാറിൻ്റെ ഈ താജ്മഹൽ എന്നും നിലനിൽക്കട്ടെ എന്നും ആ താജ്മഹലിലേക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും എത്തട്ടെ എന്നും എൻ്റെ നന്ദിയും ആശംസയും അറിയിക്കുകയും, ഡോക്ടർ വർഷയ്ക്ക് തീർന്നില്ല, അവിടെ നിർത്തിയില്ല, ഇവിടെ ഡോക്ടറുടെ ഭാര്യയും മകനും ഉണ്ട്, ഞാൻ വിട്ടുപോയത് ക്ഷമിക്കണം. എന്നോട് എൻ്റെ ഭർത്താവ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ഗീതയെ കാണണം, നിനക്കറിയില്ലെങ്കിലും കാണണമെന്ന്. കാരണം കൃഷ്ണകുമാറിനെ പോലെ തന്നെ കൃഷ്ണകുമാറിനോടൊപ്പം നിന്ന അതേ മനസ്സും അതേ കർമ്മകൗശലവും അതേ വഴിയുമുള്ള, വളരെ അപൂർവമാണ് അങ്ങനത്തെ ദമ്പതികൾ കാണുക. ഒരാൾ കിഴക്കോട്ട് നടക്കുമ്പോൾ മറ്റേയാൾ പടിഞ്ഞാറോട്ട് നടക്കുക എന്നതാണ് വീടുകളിലെ പല വീടുകളുടെയും സ്ഥിതി. ചിലപ്പോൾ അങ്ങനെയല്ല, ഒരേ ദിശയിലേക്ക് സഞ്ചരിച്ച ഒരേ ചിറകുള്ള പക്ഷികളായിരുന്നു അവർ. ആ ഡോക്ടർക്കും സാറിൻ്റെ മകനും നല്ലൊരു ഭർത്താവിനെ കിട്ടി, നല്ലൊരു സുഹൃത്തിനെ കിട്ടി, നല്ലൊരു കൂട്ടുകാരനെ കിട്ടി, മോന് നല്ലൊരച്ഛനെയും കിട്ടി, ഞങ്ങൾക്ക് നല്ലൊരു ഡോക്ടറെയും കിട്ടി. നന്ദി, നമസ്കാരം.